Okay, good afternoon to all. Good afternoon. Good afternoon, madam. Good afternoon, madam. Good afternoon, madam. Good afternoon, Miss. എന്റെ പേര് ആതിര എന്നാണ്. afternoon, Miss. പുതിയൊരു ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കേട്ടോ. പേര് ആതിര. ഓക്കെ Okay, ma'am. ഓക്കെ അപ്പൊ നമ്മളിന്ന് ചാപ്റ്റർ 1 ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് പഠിക്കാൻ പോകുന്നത്. ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ. ഓക്കെ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. ടീച്ചറിന്റെ പേരെന്ന് പറയാമോ? ആതിര. ഓക്കെ, അപ്പോ നമ്മുടെ ചാപ്റ്റർ നമ്മൾ ഏത് കോഴ്സാണ് ഇവിടെ പഠിക്കുന്നത്? നിങ്ങള് ഏത് കോഴ്സാണ് പഠിക്കുന്നത്? Hospital അഡ്മിനിസ്ട്രേഷനില് ആദ്യം ഹോസ്പിറ്റലുകൾ എന്താണെന്ന് അല്ലെ, ഹോസ്പിറ്റൽ എന്താണെന്ന് പഠിക്കണം. എന്നാലല്ലേ നമുക്ക് ബാക്കി കണ്ടിന്യൂസ് അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഹോസ്പിറ്റലിനെ പറ്റിയുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ഒത്തിരി കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല. ജസ്റ്റ് 2-3 പോയിന്റ്സ് ഇമ്പോർട്ടന്റ് ആണ്, അത് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. വളരെ സിമ്പിൾ ആണ്, ഇത് ഈസിലി ഫോളോ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ശ്രദ്ധിച്ചിരിക്കുക. നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററില് ആദ്യം പറയുന്നത് എന്താണെന്ന് നോക്കാം. ദ ഇംഗ്ലീഷ് വേർഡ്സ്. ഏതൊക്കെ ഇംഗ്ലീഷ് വേർഡ്സ് ആണ്? ഹോസ്പിറ്റൽസ്, ഹോസ്റ്റൽസ്, ഹോട്ടൽസ് ആൻഡ് ഹോസ്പൈസ്. ഹോസ്പൈസ് എന്ന് പറയുന്ന വേർഡ് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? ഹോസ്പൈസ് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഹോസ്പൈസ് എന്ന് പറയുന്ന വേർഡ്? No. ഇല്ല. ഓക്കെ, ഹോസ്പൈസ് എന്ന് പറയുന്ന വേർഡ് എന്ന് പറഞ്ഞാൽ കിടപ്പ് രോഗികളെ ചികിത്സിക്കുന്ന കേന്ദ്രങ്ങളാണ് ഹോസ്പൈസ് എന്ന് പറയുന്നത്. ഓക്കെ, കിടപ്പ് രോഗികളെ ചികിത്സിക്കുന്ന കേന്ദ്രങ്ങള്. ഇപ്പൊ പാലിയേറ്റീവ് കെയറുകളൊക്കെ നമുക്ക് ഹോസ്പൈസ് ആണെന്ന് പറയാം. ഓക്കെ, അപ്പൊ ഏതൊക്കെ 4 വേർഡ്സ് ഇങ്ങനെയുള്ള ഇംഗ്ലീഷ് വേർഡ്സ് ഏതൊക്കെയാണ്? ഹോസ്പിറ്റൽസ്, ഹോസ്റ്റൽസ്, ഹോട്ടൽസ് ആൻഡ് ഹോസ്പൈസ്. ഈ 4 വേർഡ്സും എവിടെ നിന്ന് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നു? ലാറ്റിൻ നൗൺ ആയിട്ടുള്ള ഹോസ്റ്റ്സ് എന്നിൽ നിന്നും ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നു. ഇവിടെ ഒരു വാക്കുണ്ട് എറ്റിമോളജി എന്നൊരു വേർഡ് കണ്ടോ? എറ്റിമോളജി. എന്താണ് എറ്റിമോളജി? അറിയോ ആർക്കെങ്കിലും എറ്റിമോളജി? ആർക്കെങ്കിലും അറിയോ എറ്റിമോളജി? No. Okay. Etymology is the study of origin of words and their meanings. എന്താണ്? വാക്കുകളുടെ ഉത്ഭവത്തെയും അർത്ഥങ്ങളെയും കുറിച്ച് പഠിക്കുന്ന പഠനത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എറ്റിമോളജി എന്ന് പറയുന്നത്. ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. എന്താണ് എറ്റിമോളജി? What do you mean by etymology? Etymology is the study of etymology is the study of etymology is the study of the origin of etymology is the study of origin of words and their meanings. Words and their meanings. Okay, onnoodi parayam. Etymology is the study of origin of words and their meanings. Okay, endana vaakukകളുടെ ഉത്ഭവത്തെയും അവയുടെ അർത്ഥങ്ങളെ കുറിച്ചുമുള്ള പഠനമാണ് എറ്റിമോളജി എന്ന് പറയുന്നത്. അപ്പോ ഇവിടെ ഏതൊക്കെ വാക്കുകളുടെ ഉത്ഭവമാണ് അല്ലെങ്കിൽ പഠനമാണ്? ഹോസ്പിറ്റലുകള്, ഹോസ്റ്റൽസ്, ഹോട്ടൽസ്, ഹോസ്പൈസ്. ഈ 4 വേർഡ്സിനും സെയിം ഒറിജിൻ ആണ് ഉള്ളത്. അതായത് സെയിം ഒരു ലാറ്റിൻ നൗൺ ആയിട്ടുള്ള ഹോസ്പ്സ് എന്ന് പറയുന്ന ഒരു സെയിം വേർഡിൽ നിന്നുമാണ് ഈ 4 ഇംഗ്ലീഷ് വേർഡ്സും എന്ത് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, എന്താണ് ലാറ്റിൻ നൗൺ ഹോസ്പ്സ് എന്ന് പറയുന്ന ആ വേർഡിന്റെ മീനിങ്ങുകളാണ് നമ്മൾ ഇത് നോക്കാൻ പോകുന്നത്. എന്തൊക്കെയാണ് മീനിങ് നോക്കാം. A word having the opposite meaning, a guest or a visitor. എന്താണ് ആദ്യത്തെ മീനിങ് പറയുന്നത്? എന്താണ്? ഗസ്റ്റ് or a visitor. എന്താണ്? ഒരു അതിഥി അല്ലെങ്കിൽ സന്ദർശകൻ എന്ന അർത്ഥം വരുന്നു. And one who provides lodging
or entertainment for a guest or visitor. എന്താണ് അതിഥിക്കോ സന്ദർശകനോ എന്താണ് ലോഡ്ജിങ് എന്ന് പറയുന്നത്? താമസമോ. എന്റർടൈൻമെന്റ് ആണെങ്കിലോ വിനോദം അല്ലെ. അപ്പോ അതിഥിക്കോ സന്ദർശകനോ താമസമോ വിനോദമോ നൽകുന്ന ഒരാൾ എന്നും അർത്ഥം വരുന്നു. മറ്റൊരു മീനിങ് ആണ് എ പ്ലേസ് വെയർ ഗസ്റ്റ് ഈസ് റിസീവ്ഡ്. എന്താണ് അതിഥിയെ സ്വീകരിക്കുന്ന ഇടം എന്നുള്ളതും ഒരു മീനിങ് ആയിട്ട് വരുന്നു. അപ്പോ എന്താണ് നമ്മൾ പ്രധാനമായിട്ടും പറഞ്ഞത്? ഹോസ്പിറ്റലുകള്, ഹോസ്റ്റൽസ്, ഹോട്ടൽസ്, ഹോസ്പൈസ്. ഈ 4 വേർഡ്സും ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത് ലാറ്റിൻ നൗൺ ആയിട്ടുള്ള ഹോസ്പ്സ് എന്ന് പറയുന്ന വേർഡിൽ നിന്നുമാണ്. ഓക്കെ, ഈ ഹോസ്പ്സ് എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ്സ് എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. എന്താണ് ആദ്യത്തെ മീനിങ് പറയുന്നത്? എ ഗസ്റ്റ് ഓർ എ വിസിറ്റർ, ഒരു അതിഥി അല്ലെങ്കിൽ സന്ദർശകൻ എന്ന് പറയുന്നു. രണ്ടാമത് മീനിങ് എന്താ? വൺ ഹു പ്രൊവൈഡ്സ് ലോഡ്ജിങ് ഓർ എന്റർടൈൻമെന്റ് ഫോർ എ ഗസ്റ്റ് ഓർ വിസിറ്റർ. ഓക്കെ, എന്താണ് അതിഥിക്കോ സന്ദർശകനോ താമസമോ വിനോദമോ നൽകുന്ന ഒരാൾ എന്ന അർത്ഥം വരുന്നു. ആൻഡ് എ പ്ലേസ് വെയർ ഗസ്റ്റ് ഈസ് റിസീവ്ഡ്, എന്താണ് അതിഥിയെ സ്വീകരിക്കുന്ന ഇടം എന്നും അർത്ഥമുണ്ട്. അപ്പൊ 3 മീനിങ്സ് ആണ് ഇവിടെ ഉള്ളത്. ഓക്കെ, അപ്പോ ഹോസ്പൈസ് എന്ന് പറയുന്ന വേർഡ് എന്താണ്? ഹോസ്പൈസ് എന്ന് പറയുന്ന വേർഡ് എന്താണ് പറഞ്ഞത്? ഹോസ്പൈസ് എന്നാൽ എന്താണെന്നാ പറഞ്ഞേ? ആരെങ്കിലും ഒരാൾ പറഞ്ഞു കൊടുക്കോ? കിടപ്പ് രോഗികളെ സന്ദർശിക്കുന്ന കേന്ദ്രം. കിടപ്പ് രോഗികളെ ചികിത്സിക്കുന്ന കേന്ദ്രം അല്ലെ. എക്സാമ്പിൾ ആണ് പാലിയേറ്റീവ് സെന്ററുകൾ, അങ്ങനെയുള്ള കേന്ദ്രങ്ങളൊക്കെ. ഓക്കെ, അപ്പൊ ഇത്രയും മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു പാരഗ്രാഫില് പ്രധാനമായിട്ടും നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് ആണ് കേട്ടോ. പോയിന്റ്സ് ആണ്. മീനിങ്സ് എന്താണെന്ന്, ഏതൊക്കെ 3 തരം മീനിങ്സ് അല്ലെ, 3 ടൈപ്പ് മീനിങ്സ് നമ്മൾ പറഞ്ഞു. പിന്നെ ഏത് ലാറ്റിൻ നൗണിൽ നിന്നുമാണ് ഹോസ്പിറ്റൽ പോലെയുള്ള വേർഡുകൾ ഒറിജിനേറ്റ് ചെയ്തതെന്ന് പറഞ്ഞു. ഓക്കെ, then from its gradual evolution through the 18th and 19th centuries, the hospitals in the eastern and western world has come of age only newly during the past 15 years. Also, the concept of today's hospitals contrasting basically from the old idea of a hospital as no more than a place for the treatment of the sick. Okay, അപ്പോ ഇവിടെ എന്താണ് പറയുന്നത്? 18th 19th centuries ആയപ്പോഴേക്കും ഹോസ്പിറ്റൽ ഫീൽഡിന്റെ ഒരു ഗ്രാജുവൽ എവല്യൂഷൻ നടന്നു. എന്താണ് ഒരു ഗ്രാജുവൽ എവല്യൂഷൻ എന്ന് പറയുന്നത്? എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് എവല്യൂഷൻ? എവല്യൂഷൻ പരിണാമം. വെരി ഗുഡ്. പരിണാമം അല്ലെ. അപ്പൊ ഹോസ്പിറ്റൽ ഫീൽഡില് ഏത് സെഞ്ചുറീസ് ആയപ്പോ? 18th 19th സെഞ്ചുറീസ് ആയപ്പോ ഒരു ഗ്രാജുവൽ എവല്യൂഷൻ അല്ലെങ്കിൽ ഒരു ക്രമാനുഗതമായ പരിണാമങ്ങൾ നടന്ന് ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ വേൾഡിലെ ഹോസ്പിറ്റലുകള് എങ്ങനെയാണ് അവർ കഴിഞ്ഞ 50 വർഷങ്ങളായിട്ട്, ഒരു പഴയ 10-50 വർഷങ്ങളായിട്ട് അവർ ഫോളോ ചെയ്തിരുന്നു വന്ന പഴയ രീതികള്, അതായത് ഹോസ്പിറ്റലിലെ പണ്ടത്തെ രീതികള് അവരെങ്ങനെ, പണ്ടത്തെ രീതി എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ ജസ്റ്റ് ഒരു ട്രീറ്റ്മെന്റ് സെന്റർ അല്ലെങ്കിൽ രോഗികൾക്ക് ഒരു ചികിത്സ നൽകുന്ന കേന്ദ്രങ്ങൾ മാത്രമാണ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ആയിരുന്നു പണ്ട്. അപ്പൊ അങ്ങനെയുള്ള കോൺസെപ്റ്റുകളെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ അവയൊക്കെ മാറ്റി വ്യത്യാസപ്പെടുത്തി എന്താണ് പുതിയ കോൺസെപ്റ്റുകള്, പുതിയ ഐഡിയാസ് ഒക്കെ കൊണ്ടുവന്ന് പുതിയൊരു ഹോസ്പിറ്റലുകൾ ഉണ്ടാകാൻ തുടങ്ങി. ഓക്കെ, പുതിയ രീതിയിലുള്ള ഹോസ്പിറ്റലുകൾ ഉണ്ടാകാൻ തുടങ്ങി. അപ്പൊ എന്താണ് അവിടെ പറയാം? ഒന്നുകൂടി പറയാം. എന്താണ് 18th to 19th സെഞ്ചുറി കാലഘട്ടത്തിൽ ഒരു ഗ്രാജുവൽ എവല്യൂഷൻ അല്ലെങ്കിൽ ഒരു ക്രമാനുഗതമായ പരിണാമം ഹോസ്പിറ്റൽ ഫീൽഡിൽ ഉണ്ടാകുകയും അവിടെ ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ വേൾഡിലെ ഹോസ്പിറ്റലുകളില് എന്താണ് 50 വർഷങ്ങളായി ഫോളോ ചെയ്തുകൊണ്ടിരുന്ന ഓൾഡ് ഐഡിയാസ് അല്ലെ, പഴയ ആശയങ്ങളോ പഴയ എന്താണ് കോൺസെപ്റ്റുകള്, പഴയ രീതികളെല്ലാം മാറ്റിക്കൊണ്ട് എന്താണ് ജസ്റ്റ് ഹോസ്പിറ്റലുകൾ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ട്രീറ്റ്മെന്റ് സെന്റർ ആണെന്നുള്ള ആ ഒരു കോൺസെപ്റ്റ്, ഒരു രോഗിക്ക് ഒരു ചികിത്സ നൽകുന്ന കേന്ദ്രം എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിനെ മാറ്റിമറിച്ചുകൊണ്ട് എന്ത് പുതിയ രീതികളും പുതിയ ആശയങ്ങളും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ രീതിയിലുള്ള ഹോസ്പിറ്റലുകൾ പിന്നീട് ഉണ്ടാകാൻ തുടങ്ങി. ഓക്കെ, മാം എല്ലാരോടും ഒന്ന് മ്യൂട്ട് ചെയ്യാൻ പറയാം, ആരൊക്കെ ഓൺ ആക്കുന്നുണ്ട്. ഓക്കെ, എല്ലാവരും സ്ട്രിക്റ്റ് ആയിട്ട് മ്യൂട്ട് ചെയ്ത് വെക്കാം കേട്ടോ, മറ്റുള്ളവർക്ക് അവിടെ ഡിസ്റ്റർബൻസ് ആയിരിക്കും. അടുത്ത പാരഗ്രാഫ് എന്താ പറയുന്നത്?
currently the hospitals are not just seen as a healing centers. എന്താണ് ഇപ്പൊ നിലവിൽ നമ്മുടെ ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഹീലിംഗ് സെന്റർ അല്ലെങ്കിൽ രോഗശമനത്തിന് വേണ്ടിയുള്ള കേന്ദ്രങ്ങൾ മാത്രമാണോ? അല്ല, ഹോസ്പിറ്റൽസ് ഒരിക്കലും രോഗശമനത്തിന് വേണ്ടി മാത്രമുള്ളതല്ല, മറിച്ച് എന്താണ് ബട്ട് ഓൾസോ ആസ് എ പ്ലേസ് ദാറ്റ് ആക്ച്വലി പ്രൊമോട്ട് ഹെൽത്ത്ഫുൾ ലിവിംഗ്. എന്താണ് ആക്ച്വലി പ്രൊമോട്ട് ഹെൽത്ത്ഫുൾ ലിവിംഗ്? എന്താണ് ആരോഗ്യ പരിചരണം, എല്ലാ രീതിയിലുള്ള ആരോഗ്യ പരിചരണം പ്രോത്സാഹിപ്പിക്കുന്ന കേന്ദ്രങ്ങളായി കൂടി ഹോസ്പിറ്റലുകൾ മാറി. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒരു ചികിത്സാ കേന്ദ്രം എന്നതിൽ നിന്നും എന്താണ് ഒരു രോഗിയുടെ അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ എല്ലാ രീതിയിലുള്ള ആരോഗ്യ പരിചരണങ്ങളും നൽകുന്ന കേന്ദ്രങ്ങളായി ഇന്നത്തെ ഹോസ്പിറ്റലുകൾ മാറിക്കഴിഞ്ഞു. The general public would prefer to visit hospital that offers many facilities rather than going to a hospital that only satisfy to the patient's care. എന്താണ് ഇപ്പോ നമ്മുടെ പൊതുജനങ്ങൾക്ക് എപ്പോഴും എങ്ങനെയുള്ള ഹോസ്പിറ്റലിൽ പോകാനായിരിക്കും താല്പര്യം? എന്താണ് ഒരു പേഷ്യന്റിന്റെ കെയർ അല്ലെങ്കിൽ രോഗി പരിചരണം മാത്രം നൽകുന്ന ഹോസ്പിറ്റലിൽ അങ്ങനെ അതിനെ മാത്രം സാറ്റിസ്ഫൈ ചെയ്യുന്ന ഹോസ്പിറ്റലിൽ പോകുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് എങ്ങനെയായിരിക്കും എല്ലാ ഫെസിലിറ്റീസും അല്ലെ എല്ലാ ഫെസിലിറ്റീസും ഉൾക്കൊള്ളുന്ന ഒരു ഹോസ്പിറ്റലിലോട്ട് പോവാനായിരിക്കും പൊതുജനങ്ങൾക്ക് എപ്പോഴും ഇഷ്ടം അല്ലെ? Then within this concept, അതുകൊണ്ടാണ് ഈ കോൺസെപ്റ്റുകൾ കൊണ്ട് ഇങ്ങനെയുള്ള മാറ്റങ്ങള് ഹോസ്പിറ്റൽ ഫീൽഡുകളില് ഇങ്ങനെയുള്ള കോൺസെപ്റ്റുകളൊക്കെ വന്നതോട് കൂടി ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള ഒരു ഇമേജ്, അതായത് ആളുകൾക്ക് ഹോസ്പിറ്റലിനെ പറ്റിയുള്ള ഒരു ഇമേജ് എന്ന് പറയുന്നത് എങ്ങനെയായി മാറി? ഗ്രാജുവലി ബിക്കെയിം ഗുഡായി മാറി അല്ലെ, മികച്ചതായിട്ട് മാറി. And they are being erased again from just being the centers for medical care and treatment to a facility providing comprehensive, preventive, curative and rehabilitation services. അപ്പൊ എന്താണ് ഇങ്ങനെയുള്ള കോൺസെപ്റ്റുകൾ മൂലം എന്താണ് ഹോസ്പിറ്റൽ ഫീൽഡിൽ ഒത്തിരി അധികം മാറ്റങ്ങളൊക്കെ ഉണ്ടാവുകയും ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള ചിത്രം എങ്ങനെയായി എന്നാണ് പറയുന്നത്? മികച്ചതായി മാറി അല്ലെ? അപ്പൊ അങ്ങനെ മികച്ചതായി കഴിഞ്ഞപ്പോ ഹോസ്പിറ്റൽ, നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യം, ഹോസ്പിറ്റൽ ജസ്റ്റ് സെന്റേഴ്സ് ആണ്. എന്തിനു വേണ്ടി? ട്രീറ്റ്മെന്റിനോ അല്ലെങ്കിൽ മെഡിക്കൽ കെയറുകളോ നൽകുന്ന ജസ്റ്റ് സെന്റേഴ്സ് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിനെ മറികടന്നുകൊണ്ട് എന്തൊക്കെ ഫെസിലിറ്റീസ് കൊടുക്കുന്ന സെന്റേഴ്സ് ആയിട്ട് മാറി? കോംപ്രഹെൻസീവ്, സമഗ്രവും പ്രതിരോധവും അല്ലെ, പ്രിവെന്റീവ് ആയിട്ടുള്ള പ്രതിരോധവും, ക്യൂറേറ്റീവ്, രോഗശമനങ്ങൾ നൽകുന്ന അല്ലെ, ഒരു രോഗിയുടെ രോഗം ചികിത്സിച്ച് ഭേദമാക്കുന്നുണ്ട്. ആൻഡ് റീഹാബിലിറ്റേഷൻ സർവീസ്, എന്താണ് പുനരധിവാസ സേവനങ്ങള്. എന്താണ് പുനരധിവാസ സേവനങ്ങളിലെ ഒരു എക്സാമ്പിൾ എന്താണ്? ഡി അഡിക്ഷൻ സെന്റേഴ്സ് ഒക്കെ പുനരധിവാസ അല്ലെങ്കിൽ റീഹാബിലിറ്റേഷൻ സർവീസസിന് ഒരു എക്സാമ്പിൾ ആണ്. അപ്പോ ഇത്രയും ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്പിറ്റലുകളിലേക്ക് പണ്ട് കാലത്തെ ഹോസ്പിറ്റലിൽ നിന്നും ഇപ്പോഴുള്ള ഹോസ്പിറ്റലുകൾ ഉയർന്നു വന്നു. ഓക്കെ, അപ്പോ ഇത്രയുമാണ് നമുക്ക് ഇൻട്രൊഡക്ഷനില് പ്രധാനമായിട്ടും 2 പാരഗ്രാഫിൽ പറയുന്നത് എന്തൊക്കെയാണോ ഒന്നുകൂടി നോക്കാം. ഇംഗ്ലീഷ് വേർഡ്സ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസ്, ഹോസ്റ്റൽസ്, ഹോട്ടൽസ്, ഹോസ്പൈസസ്, ഈ 4 ഇംഗ്ലീഷ് വേർഡ്സും ഏത് ലാറ്റിൻ നൗണിൽ നിന്നുമാണ് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത്? ഹോസ്പ്സ് എന്ന് പറയുന്ന ലാറ്റിൻ നൗണിൽ നിന്നും ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നു. ഓക്കെ, ഇനി ഇതിന്റെ മീനിങ് എന്തൊക്കെയാണ്? എ ഗസ്റ്റ് ഓർ എ വിസിറ്റർ അല്ലെ, ഒരു അതിഥി അല്ലെങ്കിൽ സന്ദർശകൻ എന്നർത്ഥം വരുന്നു. One who provides lodging or entertainment for a guest or visitor. എന്താണ് അതിഥിക്കോ സന്ദർശകനോ താമസമോ വിനോദമോ നൽകുന്ന ഒരാൾ എന്നർത്ഥം വരുന്നു. എ പ്ലേസ് വെയർ ഗസ്റ്റ് ഈസ് റിസീവ്ഡ്, അല്ലെങ്കിലോ എന്താണ് അതിഥിയെ സ്വീകരിക്കുന്ന ഇടം എന്നും അർത്ഥം വരുന്നു. അങ്ങനെ 3 മീനിങ്സ് ആണ് നമ്മൾ പറയുന്നത്. ഇനി അവിടെ എന്താ പിന്നെ പറഞ്ഞേ? 18th 19th സെഞ്ചുറീസ് ആയപ്പോ ഹോസ്പിറ്റൽ ഫീൽഡിൽ ഒരു ഗ്രാജുവൽ എവല്യൂഷൻസ് നടന്നിട്ട് ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ വേൾഡിലെ ഹോസ്പിറ്റലുകൾ എങ്ങനെയാണ് അവർ കഴിഞ്ഞ 50 വർഷങ്ങളായി ഫോളോ ചെയ്യുന്ന പഴയ കോൺസെപ്റ്റുകളും പഴയ ഐഡിയാസും എല്ലാം മാറ്റി അല്ലെ, പുതിയതായിട്ടുള്ള കോൺസെപ്റ്റുകളും പുതിയ ഐഡിയാസും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഹോസ്പിറ്റൽ ജസ്റ്റ് ഒരു ഹീലിംഗ് അല്ലെങ്കിൽ ജസ്റ്റ് ഒരു മെഡിക്കൽ കെയർ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് ഒരു കോൺസെപ്റ്റിനെ മാറ്റി പുതിയ കോൺസെപ്റ്റുകളും പുതിയ ഐഡിയാസും കൊണ്ടുവന്ന് പുതിയ ഹോസ്പിറ്റലുകൾ ഉണ്ടാകാൻ തുടങ്ങി. അപ്പൊ നിലവിൽ ഇപ്പൊ ഹോസ്പിറ്റലുകൾ എന്ന് പറയുന്നത് എന്താണ്? ജസ്റ്റ് ഹീലിംഗ് സെന്റേഴ്സ്, രോഗശമനം നൽകുന്ന കേന്ദ്രങ്ങൾ മാത്രമല്ല, മറിച്ച് ഒരു വ്യക്തിയുടെ സമ്പൂർണമായിട്ടുള്ള ആരോഗ്യ പരിചരണം പ്രോത്സാഹിപ്പിക്കുന്ന കേന്ദ്രങ്ങൾ കൂടിയായി നിലവിലെ ഹോസ്പിറ്റലുകൾ മാറിയിരിക്കുന്നു.
പിന്നെ എന്താ പറഞ്ഞേ, അതുകൊണ്ട് തന്നെ എന്താണ് ജനറൽ പബ്ലിക്കിന് എപ്പോഴും എന്താണ് ഒരു രോഗിക്ക് ഒരു പരിചരണം ലഭിക്കുന്നില്ല. ജസ്റ്റ് ഒരു കെയർ കൊടുക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് മാത്രം കൊടുക്കുന്ന സെന്റേഴ്സിൽ പോകുന്നതിനേക്കാൾ എല്ലാവർക്കും എന്താണ് എല്ലാ ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്പിറ്റലുകളിൽ പോകാനായിരിക്കും താല്പര്യം, അല്ലെ? ദെൻ അതുകൊണ്ട് തന്നെ ഈ കോൺസെപ്റ്റുകൾ കൊണ്ട് തന്നെ എന്താണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ആ ഒരു ചിത്രം എല്ലാവർക്കും എന്താണ് മികച്ചതായിട്ട് മാറുകയും പുതിയ എന്താണ് ഫെസിലിറ്റീസ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് ഉൾപ്പെടുത്തിയത്? എന്താണ് പ്രൊവൈഡിങ് കോംപ്രഹെൻസീവ്, സമഗ്രവും പ്രതിരോധവും, അല്ലെ, പ്രതിരോധാത്മകവുമായിട്ടുള്ള, പിന്നെന്താ രോഗശമനങ്ങൾ നൽകുന്നു, അല്ലെ, രോഗശമനങ്ങൾ ആൻഡ് റീഹാബിലിറ്റേഷൻ സർവീസസ്. ഈ 4 ഫെസിലിറ്റീസ് കോംപ്രഹെൻസീവ്, പ്രിവെന്റീവ്, ക്യൂറേറ്റീവ് ആൻഡ് റീഹാബിലിറ്റേഷൻ സർവീസസ്, ഈ 4 ഫെസിലിറ്റീസും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പുതിയ ഹോസ്പിറ്റലുകൾ ഉണ്ടായി. ഓക്കെ, ക്ലിയർ ആയോ? യെസ് മാം. ഓക്കെ, ദെൻ അടുത്തത് പോർഷനിലേക്ക് നമുക്ക് പോവാം. അടുത്തത് എന്താണ്? ഡെഫിനിഷൻ ഓഫ് ഹോസ്പിറ്റൽ. ഡെഫിനിഷൻ എന്താണ്? ഹോസ്പിറ്റൽ ഡെഫിനിഷൻസ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഡെഫിനിഷൻ അല്ലെങ്കിൽ നിർവചനം, അല്ലെ? അതിലെ ഹോസ്പിറ്റലിനെ പറ്റി എന്താ പറയുന്നത്? ഹോസ്പിറ്റൽസ് ആർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രൊവൈഡിങ് മെഡിക്കൽ ആൻഡ് സർജിക്കൽ ട്രീറ്റ്മെന്റ് and nursing care for any ill or injured people. എന്താണ്? രോഗബാധിതരോ പരിക്കേറ്റവരോ ആയ രോഗികൾക്ക് മെഡിക്കൽ ട്രീറ്റ്മെന്റുകള്, സർജിക്കൽ ട്രീറ്റ്മെന്റുകള്, നഴ്സിംഗ് കെയറുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒരു സ്ഥാപനമാണ് എന്തെന്ന് പറയുന്നത്? ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നുകൂടി പറയാം, ശ്രദ്ധിക്കാം. എന്താണ്? രോഗബാധിതരോ പരിക്കേറ്റവരോ ആയ രോഗികൾക്ക് മെഡിക്കൽ ട്രീറ്റ്മെന്റുകൾ, സർജിക്കൽ ട്രീറ്റ്മെന്റുകളും നഴ്സിംഗ് കെയറുകളും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് എന്താണ് ഹോസ്പിറ്റലുകൾ എന്ന് പറയുന്നു. ഇനി അതിലെ ഡബിൾ ഇൻവേർട്ടഡ് കോമയിൽ ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടില്ലേ? ശ്രദ്ധിച്ചേ. ആ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താണ്? ഇതൊരു സ്ഥാപനമാണ്, അല്ലെ? ദാറ്റ് മേക്ക് യൂസ് ഓഫ് ഫിസിഷ്യൻസ്, സർജൻസ് ആൻഡ് ടീം ഓഫ് ടെക്നിക്കൽ സ്റ്റാഫ്. ആരെയൊക്കെ ഉപയോഗിക്കുന്നു? ഫിസിഷ്യൻസിനെ ഉപയോഗിക്കുന്നു, സർജൻസിനെ ഉപയോഗിക്കുന്നു, ആൻഡ് ടീം ഓഫ് ടെക്നിക്കൽ സ്റ്റാഫ്. എന്താണ്? ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ഒത്തിരി അധികം എക്യുപ്മെന്റ്സുകളും ലാബും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും, അല്ലെ? അപ്പൊ അതിനൊക്കെ അതിൻ്റെതായ പ്രൊഫഷണലി സ്കിൽഡ് ആയിട്ടുള്ള ടെക്നീഷ്യൻസും ഉണ്ടാവും. അപ്പൊ ആ ഒരു ടീം ഓഫ് ടെക്നിക്കൽ സ്റ്റാഫുകളെയും ഫിസിഷ്യൻസിനെയും സർജൻസിനെയും ഉപയോഗിച്ചുകൊണ്ട് എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് അവിടെ പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യുന്നത്? ഇൻ ഓർഡർ ടു പ്രൊവൈഡ് ഫെസിലിറ്റീസ് ഫോർ ഡയഗ്നോസിസ്. ഡയഗ്നോസിസ് എന്ന് പറഞ്ഞാൽ എന്താ? രോഗനിർണയം, അല്ലെ? അതുപോലെ തെറാപ്പീസ് കൊടുക്കാനല്ലേ? തെറാപ്പികൾ കൊടുക്കുന്നു. റീഹാബിലിറ്റേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു, എന്താണ്? പുനരധിവാസ സേവനങ്ങൾ നൽകുന്നു. പ്രിവെൻഷൻ എന്താ? പ്രതിരോധാത്മകമായ കാര്യങ്ങൾ നൽകുന്നു. എഡ്യൂക്കേഷൻ എന്താണ്? എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഓരോ രോഗത്തെയും എന്താണെന്ന് കണ്ടെത്തുകയും അതിനോട് കുറിച്ചുള്ള പഠനങ്ങൾ നടത്തണം, അല്ലെ? അതുപോലെ തന്നെ റിസർച്ചുകൾ, ഗവേഷണങ്ങൾ നടത്താനും ഒക്കെയുള്ള ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നു. ആര്? ഈ സ്ഥാപനം. ഓക്കെ, അപ്പോ ഈ ഡെഫിനിഷനിൽ എന്താണ് പ്രധാനമായിട്ടും പറയുന്നത്? ഇതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്, അല്ലെ? ഒരു സ്ഥാപനമാണ്. അതായത് എന്തൊക്കെ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഡയഗ്നോസിസ്, രോഗനിർണയം നടത്തുന്നു. തെറാപ്പികൾ പ്രൊവൈഡ് ചെയ്യുന്നു. പുനരധിവാസ സേവനങ്ങൾ അല്ലെങ്കിൽ റീഹാബിലിറ്റേഷനുകൾ പ്രൊവൈഡ് ചെയ്യുന്നു. പ്രിവെൻഷൻ, രോഗപ്രതിരോധം നടത്തുന്നു. ആൻഡ് എഡ്യൂക്കേഷൻ, പഠനങ്ങളും ഗവേഷണങ്ങളും നടത്തുന്നതിന് വേണ്ടി ആരെ ഉപയോഗിക്കുന്നു? ഫിസിഷ്യൻസിനെയും സർജൻസിനെയും ടീം ഓഫ് ടെക്നിക്കൽ സ്റ്റാഫിനെയും ഉപയോഗിച്ചുകൊണ്ട് ഇത്രയും ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നു. ഓക്കെ, ദെൻ പ്രൊഫഷണലി ആൻഡ് ടെക്നിക്കലി സ്കിൽഡ് പീപ്പിൾ അപ്ലൈ ദെയർ നോളജ്. അപ്പൊ പ്രൊഫഷണലി ആൻഡ് ടെക്നിക്കലി സ്കിൽഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും എപ്പോഴും ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നവര്, അല്ലെ? അപ്പൊ അങ്ങനെയുള്ളവർ അവരുടെ നോളജും അവരുടെ സ്കില്ലും, അപ്പൊ അവരുടെ അറിവും അവരുടെ ആ തൊഴിലിലെ അവരുടെ വൈദഗ്ധ്യം അല്ലെങ്കിൽ സ്കില്ലും എന്ത് ചെയ്യുന്നു? യൂസ് ചെയ്യുന്നു. എവിടെ യൂസ് ചെയ്യുന്നു? കോംപ്ലിക്കേറ്റഡ് എക്യുപ്മെന്റ്സുകളിലും അപ്ലയൻസസിലും. ഓക്കെ, അവരുടെ സ്കില്ലും അവരുടെ നോളജും അവർ അപ്ലൈ ചെയ്യുന്നത് എന്തിലാണ്?
കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഉണ്ടാവും, അപ്ലയൻസസ് ഉണ്ടാവും അല്ലെ. ഹോസ്പിറ്റലുകളിൽ പല എക്യുപ്മെന്റ്സുകൾ ഉണ്ടാവും. അതിൽ അവരുടെ നോളജും സ്കില്ലും ഈ പ്രൊഫഷണലി ആൻഡ് ടെക്നിക്കലി സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾ അവരുടെ നോളജും സ്കില്ലും അപ്ലൈ ചെയ്തുകൊണ്ട് ടു പ്രൊവൈഡ് ക്വാളിറ്റി കെയർ ഫോർ ദ പേഷ്യന്റ്. എന്താണ്, പേഷ്യന്റിന് ഒരു ഗുണവത്തായിട്ടുള്ള അല്ലെങ്കിൽ ഗുണകരമായിട്ടുള്ള ഒരു ക്വാളിറ്റി കെയർ അല്ലെ, ഗുണകരമായിട്ടുള്ള ഒരു പരിചരണം പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാന ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ഒന്നുകൂടി പറയാം. പ്രൊഫഷണലി ആൻഡ് ടെക്നിക്കലി സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾ അവരുടെ നോളജും സ്കില്ലും ഉപയോഗിക്കുന്നു. എന്തിലുപയോഗിക്കുന്നു? കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകളുടെയും അപ്ലയൻസസുകളും വർക്ക് ചെയ്യാനായിട്ട് അവരവരുടെ നോളജും സ്കില്ലും ഉപയോഗിക്കുകയും അതുവഴി പേഷ്യൻസിന് എന്താണ് ഒരു ക്വാളിറ്റി കെയർ, ഒരു ഗുണകരമായിട്ടുള്ള ഒരു പരിചരണം നൽകുക എന്നുള്ളതാണ് പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. Okay, then hospital is a place for diagnosis and treatment of human ills and bringing back of health and well-being of these temporarily prevented from enjoying these. എന്താണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്? അതുകൊണ്ട് തന്നെ എന്താണ് ഡയഗ്നോസിസ് നടത്തുന്നത് അല്ലെ, രോഗനിർണയങ്ങൾ നടത്തുന്നുണ്ട്, അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്നാൽ അവിടെ വെച്ച് നിർത്തുകയാണോ ചെയ്യുന്നത്? അല്ല, ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതിനാവശ്യമായ ചികിത്സകൾ നൽകുന്നുണ്ട്, ഒക്കെ ശരിയാണ്. എന്നാൽ കൂടി ഇപ്പോൾ മോഡേൺ ഹോസ്പിറ്റലുകളിൽ ഇപ്പോൾ കാണുന്ന ഹോസ്പിറ്റലുകളുടെ വേറൊരു ഫംഗ്ഷനും കൂടിയാണ് എന്ത്, ആ രോഗി എങ്ങനെയായിരുന്നു അവരുടെ ആരോഗ്യസ്ഥിതി, ആ ഒരു ആരോഗ്യസ്ഥിതിയിലേക്ക് പൂർണ്ണ ആരോഗ്യവാനായിട്ടുള്ള ഒരു രോഗിയിൽ നിന്ന് ഒരു പൂർണ്ണ ആരോഗ്യവാനായിട്ടുള്ള ഒരു മനുഷ്യനായിട്ട് അവരെ തിരികെ എത്തിക്കുക എന്നുള്ളത് കൂടി ഈ ഹോസ്പിറ്റൽ ഫംഗ്ഷനുകളിൽ ഒരു പ്രധാന ലക്ഷ്യമാണ്. ഓക്കെ, അപ്പൊ ഡെഫിനിഷൻ ഓഫ് ഹോസ്പിറ്റൽസിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത് എന്താണ്? ആദ്യത്തെ പോയിന്റിൽ പറയുന്നത് രോഗബാധിതരോ പരിക്കേറ്റവരായ രോഗികൾക്ക് മെഡിക്കൽ ട്രീറ്റ്മെന്റുകള്, സർജിക്കൽ ട്രീറ്റ്മെന്റുകള്, നഴ്സിംഗ് കെയറുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒരു സ്ഥാപനമാണ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു. രണ്ടാമത് ഈ ഡെഫിനിഷനിൽ പ്രധാനമായിട്ട് എന്താ പറയുന്നത്? ഡെഫിനിഷനിൽ പറയുന്നത് എന്താ? ഇതൊരു സ്ഥാപനമാണ് അല്ലെ. എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് ഈ സ്ഥാപനം നൽകുന്നത്? ഡയഗ്നോസിസ് നൽകുന്നു, അതായത് രോഗ നിർണയങ്ങൾ നടത്തുന്നു, തെറാപ്പികൾ കൊടുക്കുന്നു, റീഹാബിലിറ്റേഷൻ സർവീസ് അല്ലെങ്കിൽ പുനരധിവാസ സേവനങ്ങൾ ലഭിക്കുന്നു, പ്രിവെൻഷൻ എന്താണ് രോഗപ്രതിരോധം നൽകുന്നു, എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് പഠനവും ഗവേഷണങ്ങളും നടത്തുന്ന അത്രയും ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നു. ആരെ ഉപയോഗിച്ചുകൊണ്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഫിസിഷ്യൻസിനെയും സർജൻസിനെയും ടീം ഓഫ് ടെക്നിക്കൽ സ്റ്റാഫിനെയും ഉപയോഗിച്ചുകൊണ്ട് ഇത്രയും ഫെസിലിറ്റീസ് എന്താണ് ജനങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒരു സ്ഥാപനമാണ് ഹോസ്പിറ്റൽ എന്നാണ് ആദ്യ ഡെഫിനിഷനിൽ പറയുന്നത്. ഇനി കൂടാതെ എന്തൊക്കെയാ പറഞ്ഞത്? പ്രൊഫഷണലി ആൻഡ് ടെക്നിക്കലി സ്കിൽഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുക അല്ലെ. അപ്പൊ അവരവരുടെ നോളജും സ്കില്ലും എന്തിൽ അപ്ലൈ ചെയ്യുന്നു? കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകളിലും അപ്ലയൻസസുകളും വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ അവരുടെ നോളജും സ്കില്ലും അപ്ലൈ ചെയ്തുകൊണ്ട് പേഷ്യൻസിന് ഒരു ക്വാളിറ്റി കെയർ പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ, ദെൻ ഹോസ്പിറ്റലുകൾ എന്ന് പറയുന്നത് അപ്പോൾ ഒരു ഡയഗ്നോസിസ്, രോഗനിർണയം നടത്താനും ചികിത്സയ്ക്കും വേണ്ടിയുള്ള കേന്ദ്രങ്ങളാണ്. എന്നാൽ കൂടെ അതെന്താണ് രോഗികളെ ആരോഗ്യപരമായിട്ടുള്ള ഒരു നോർമൽ കണ്ടീഷനിലോട്ട് അല്ലെ, അവരുടെ ആ ഒരു ആരോഗ്യകരമായിട്ടുള്ള ഒരു കണ്ടീഷനിലേക്ക് തിരികെ എത്തിക്കുക എന്നുള്ളത് കൂടി ഹോസ്പിറ്റൽസിന്റെ ഒരു ലക്ഷ്യമാണ്. ഇനി അടുത്തതാണ് പറയുന്നത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ WHO ഒരു ഡെഫിനിഷൻ നിങ്ങൾക്ക് പിടിക്കാനുണ്ട്. അപ്പൊ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഹോസ്പിറ്റലിനെ പറ്റി എന്താണ് പറഞ്ഞതെന്ന് നോക്കാം. എ ഹോസ്പിറ്റൽ ഈസ് ആൻ ഇന്റഗ്രൽ പാർട്ട് ഓഫ് എ മെഡിക്കൽ ആൻഡ് സോഷ്യൽ ഓർഗനൈസേഷൻ. എന്താണ് മെഡിക്കൽ ആൻഡ് സോഷ്യൽ ഓർഗനൈസേഷൻ? അല്ലെങ്കിൽ മെഡിക്കൽ ആൻഡ് സോഷ്യൽ സംഘടനകളുടെ ഒരു ഇന്റഗ്രൽ അല്ലെങ്കിൽ അവിഭാജ്യ ഘടകമാണ് ഹോസ്പിറ്റലുകൾ എന്ന് പറയുന്നത്. ഈ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനിൽ അടുത്ത പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് ഫംഗ്ഷൻ? ഹോസ്പിറ്റലിന്റെ പ്രധാന ഫംഗ്ഷൻ എന്താണ്? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നത് എന്താണെന്ന് നോക്കാം. The function of which is to provide for the population complete health care, both curative and preventive. എന്താണ് പറയുന്നത്? പോപ്പുലേഷനിലെ ഒരു കംപ്ലീറ്റ് ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യാന്നാണ് അല്ലേ. അപ്പൊ എങ്ങനെയുള്ള കംപ്ലീറ്റ് ഹെൽത്ത് കെയർ? ക്യൂറേറ്റീവ്, ബോത്ത് ക്യൂറേറ്റീവ് ആൻഡ് പ്രിവെന്റീവ്. എന്താ? രോഗശമനവും പ്രതിരോധാത്മകവുമായിട്ടുള്ള ഒരു സമ്പൂർണ്ണ ആരോഗ്യ പരിചരണം ജനങ്ങൾക്ക് ലഭ്യമാക്കുക എന്നുള്ളതാണ്
ഹോസ്പിറ്റലിന്റെ പ്രധാന ഫംഗ്ഷൻ ആയിട്ട് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നത്. ഓക്കെ, ഇപ്പൊ 2 പോയിന്റ്സ് ആണ് നമ്മൾ പറഞ്ഞത്. എന്തായിരുന്നു? ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് എന്താണ്? മെഡിക്കൽ ആൻഡ് സോഷ്യൽ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ സംഘടനകളുടെ ഒരു ഇന്റഗ്രൽ പാർട്ടാണ്. ഇതിലൊരു അവിഭാജ്യ ഘടകമാണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഇനി പ്രധാന ഫംഗ്ഷൻ, ഹോസ്പിറ്റലിന്റെ പ്രധാന ഫംഗ്ഷൻ എന്താണെന്നാണ് പറഞ്ഞത്? അതായത് ബോത്ത് ക്യൂറേറ്റീവ് ആൻഡ് പ്രിവെന്റീവ്, അല്ലെ? രോഗശമനവും പ്രതിരോധാത്മകവുമായിട്ടുള്ള ഒരു സമ്പൂർണ്ണ ആരോഗ്യ പരിചരണം രോഗികൾക്ക് അല്ലെങ്കിൽ ജനങ്ങൾക്ക് നൽകുക എന്നുള്ളതാണ് ഹോസ്പിറ്റലിന്റെ പ്രധാന ഫംഗ്ഷൻ ആയിട്ട് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നത്. Then, and whose outpatient services reach out to the family and its home environment. എന്താണ്? ആരാണ് ഔട്ട്പേഷ്യന്റ് സർവീസുകൾ എന്ന് പറയുന്നത്? ഔട്ട്പേഷ്യന്റ് സർവീസസ്, ഔട്ട്പേഷ്യന്റ് എന്ന് പറയുന്നത് ഇൻപേഷ്യന്റ് ഉണ്ട്, ഔട്ട്പേഷ്യന്റ് ഉണ്ട്, അല്ലെ? ഇൻപേഷ്യൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ചികിത്സയ്ക്ക് വേണ്ടി ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ അവരെ അഡ്മിറ്റ് ആക്കുന്നു. അങ്ങനെ അഡ്മിറ്റ് ആയി പിന്നീട് തുടർ ചികിത്സകൾ അവിടെ അഡ്മിറ്റ് ആയി സ്റ്റേ ചെയ്തുകൊണ്ട് എന്താണ് അവിടെ ചികിത്സ തുടരുന്നവരെയാണ് എന്തെന്ന് പറയുന്നത്? ഇൻപേഷ്യൻസ് എന്ന് പറയുന്നത്. ഔട്ട് പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോ ഒരു ഫീവറോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ പോയി ആദ്യം ഒരു വിസിറ്റ് എടുക്കും. നമ്മൾ ഡോക്ടറെ, ഏത് ഡോക്ടറെയാണോ കൺസൾട്ട് ചെയ്യേണ്ടത് അദ്ദേഹത്തെ പോയി കൺസൾട്ട് ചെയ്യുന്നു. അവർ കുറച്ച് ചികിത്സയ്ക്കും മെഡിക്കേഷൻസും മരുന്നുകളൊക്കെ നമുക്ക് എഴുതി തരും. നമ്മൾ അത് വാങ്ങിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും ടെസ്റ്റുകൾ ഉണ്ടെങ്കിൽ ചെയ്ത് നമ്മൾ തിരിച്ചു വീട്ടിലേക്ക് പോരുന്നു, അല്ലെ? അപ്പോ അതാണ് ഇൻപേഷ്യൻസ് എന്ന് പറയുന്നത്. അവർ ചികിത്സയ്ക്ക് വേണ്ടി അവിടെ താമസിച്ചുകൊണ്ടല്ല അവരുടെ ചികിത്സ നടത്തുന്നത്. അവർ വരുന്നു, ഡോക്ടറെ കാണുന്നു, തിരിച്ചു പോകുന്നു. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെ നമ്മുടെ ഹോസ്പിറ്റലിൽ ഉണ്ട്. അവരുടെ കുറെ അധികം സേവനങ്ങളും സർവീസുകളും ഒക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഫർദർ ക്ലാസ്സുകളിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു ചാപ്റ്ററിൽ ഇത് പഠിക്കാനുണ്ട്. ഇത് തന്നെ ഇൻപേഷ്യന്റ് സർവീസും ഔട്ട് പേഷ്യന്റ് സർവീസും ഒക്കെ പഠിക്കാനുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത്രയും മാത്രം മനസ്സിലാക്കിയാൽ മതി. അപ്പൊ ഔട്ട് പേഷ്യന്റ് സർവീസുകളും എന്താണ്? അവരുടെ ഫാമിലിയിലേക്കും ഹോം എൻവയോൺമെന്റിലേക്കും എത്തിക്കുക എന്നുള്ളതാണ് മറ്റൊരു കാര്യമായിട്ട് പറയുന്നത്. ആര് പറയുന്നത്? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നത്. And the hospital is also a center for the training of health workers and biosocial research. എന്താണ്? ഹോസ്പിറ്റലുകൾ എന്ന് പറയുന്നത് എന്താണ്? ഹെൽത്ത് അല്ലെ? ഹെൽത്ത് വർക്കേഴ്സിന് വേണ്ടിയിട്ടുള്ളതും അതുപോലെ തന്നെ ബയോസോഷ്യൽ റിസർച്ചുകൾ അല്ലെങ്കിൽ ഗവേഷണങ്ങൾ നടത്താനും ഹെൽത്ത് വർക്കേഴ്സിന്റെ ട്രെയിനിങ്ങുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സെന്റർ കൂടിയാണ് എന്ത്? ഹോസ്പിറ്റൽ എന്നും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഹോസ്പിറ്റലിന്റെ ഡെഫിനിഷനിൽ പറയുന്നു. ഓക്കെ, ക്ലിയർ ആയോ? ക്ലിയർ ആയി. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ. ഇത്രയും മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. നിങ്ങൾ പ്രധാനമായിട്ടും ഈ നോട്ട് ചെയ്ത് വെക്കേണ്ട പോയിന്റ്സ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് വേർഡ്സ്, അതായത് ഈ ഹോസ്പിറ്റല്, ഹോസ്റ്റൽസ്, ഹോട്ടൽസ്, ഹോസ്പിറ്റൽസ് പോലെയുള്ളവ ഏത് വേർഡിൽ നിന്നും ഒറിജിനേറ്റ് ചെയ്തു എന്ന് നോട്ട് ചെയ്യുക, അതിന്റെ മീനിങ്സ്. ഓക്കെ, ബാക്കിയെല്ലാം ജനറൽ ആയിട്ട് പറയുന്ന കാര്യങ്ങളാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. ഇനി ഡെഫിനിഷനിലോട്ട് വരുമ്പോ എന്തൊക്കെ നോക്കണം? ഡെഫിനിഷനിലോട്ട് വരുമ്പോ ഈ ഡബിൾ ഇൻവേർട്ടഡ് ഫോമിൽ കൊടുത്തിരിക്കുന്ന ഡെഫിനിഷനില്ലേ, അത് എന്താണ്? ആ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഡെഫിനിഷൻ പഠിച്ചു അല്ലെ നിങ്ങള്? അപ്പൊ ഈ രണ്ട് ഡെഫിനിഷൻസും തമ്മിൽ മാറിപ്പോകരുത്. ഇപ്പൊ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വരാണ്, ഏത് ഡെഫിനിഷനിലാണ് ഹോസ്പിറ്റലിലെ ഇത്രയും ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഇപ്പൊ ഏതൊക്കെ ഫെസിലിറ്റീസ് ആണ്? ഡയഗ്നോസിസ്, തെറാപ്പി, റീഹാബിലിറ്റേഷൻ, പ്രിവെൻഷൻ, എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. ഇങ്ങനെ ഒരു സെന്റൻസ് തന്നിട്ട് ഇതൊരു ഏത് ഡെഫിനിഷനിലാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഡെഫിനിഷനാണോ മറ്റു ഡെഫിനിഷനുകളിലാണോ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഇനി വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഡെഫിനിഷൻ പറഞ്ഞാൽ അതിലൊരു പ്രധാനമായിട്ടുള്ള മെയിൻ പോയിന്റ് എന്ന് പറയുന്നതാണ് അത് ഹോസ്പിറ്റലിനെ പറ്റി, ഫംഗ്ഷനെ പറ്റി പറയുന്നുണ്ട് അല്ലെ? എന്താണ് ഹോസ്പിറ്റൽ ഫംഗ്ഷനെ പറ്റി വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനിൽ പറയുന്നത്? ഒരാളെ പറയാമോ? അല്ലെങ്കിൽ ഒരാള്? anyone? Hospital function provide population complete health care, both curative and preventive. Okay, very good, Sajina. Then
അപ്പോ അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ ഹോസ്പിറ്റാലിറ്റി ഫുൾ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് രണ്ട് ഡെഫിനിഷൻസിലും എന്തൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് പോയിന്റ്സുകൾ എന്തൊക്കെയാണ് ഇൻവോൾവ് ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ മറ്റേ മീനിങ്സ് എന്താണ്, ഏത് വേർഡിൽ നിന്നുമാണ് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഹോസ്റ്റൽസ്, ഹോട്ടൽസ് പോലെയുള്ളവ ഏത് വേർഡിൽ നിന്നുമാണ് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത്? ഓക്കെ, വെരി ഗുഡ്. ഇനി ഈ ഹോസ്പസിന്റെ മീനിങ്സ് ആര് പറയും? അന്ന എന്ന് പറയുന്നത് അന്ന ഇലിയാസ്. അന്ന. ഹലോ, ഹോസ്പസ് എന്ന് പറഞ്ഞാൽ ഗസ്റ്റ് അല്ലെങ്കിൽ വിസിറ്റർ ഒരു മീനിങ്. ഒരു മീനിങ് ലോഡ്ജിങ് അല്ലെങ്കിൽ ഗസ്റ്റിനോ വിസിറ്ററിനോ ലോഡ്ജിങ് അല്ലെങ്കിൽ എന്റർടൈൻമെന്റ് പ്രൊവൈഡ് ചെയ്യുക. അല്ലെങ്കിൽ പിന്നെ ഗസ്റ്റിനോ അല്ലെങ്കിൽ വിസിറ്ററിന് മറ്റേ താമസ സൗകര്യം. ശരി, വെരി ഗുഡ്. അപ്പോ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിനെ പറ്റി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ. ഹലോ മാം, ഞാൻ ഡെഫിനേഷൻ ഓഫ് ഹോസ്പിറ്റലിന്റെ ഭാഗം വെച്ചിട്ട് കയറിയത്. ഇൻട്രൊഡക്ഷന്റെ ഫസ്റ്റ് ഭാഗം ഒന്ന് പറഞ്ഞു തരും മാം? ഓൾറെഡി ഇപ്പൊ 2-3 പ്രാവശ്യമായിട്ട് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓൾറെഡി റെക്കോർഡഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രൊവൈഡഡ് അല്ലേ? ഒരാൾക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് അത്രയും ഇൻട്രൊഡക്ഷൻ പറയാന്ന് പറയുന്നത് നമുക്ക് ടൈം ലാഗ് ചെയ്യുന്നു. ഓക്കെ, ഓൾറെഡി അറ്റൻഡ് ചെയ്ത പിള്ളേർ. അപ്പൊ എന്ത് ചെയ്യാ, നിങ്ങൾ റെക്കോർഡഡ് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. അത് ഉടനെ തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. അപ്പൊ അടുത്ത ദിവസങ്ങളിൽ കിട്ടുമ്പോ അതൊന്ന് ജസ്റ്റ് കയറി എഴുതി നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഓക്കെ, നമുക്ക് ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം. സെക്കൻഡ് ചാപ്റ്റർ ആണ് നമ്മൾ. അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽസ്. ആദ്യം 2-3 ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആണ്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക എന്താണ്. ഇപ്പൊ ഇൻട്രൊഡക്ഷനിലാണെങ്കിൽ അധികം പോയിന്റ്സ് ഒന്നും നിങ്ങൾക്ക് നോട്ട് ചെയ്യാനില്ല. ജസ്റ്റ് ഒരു ജനറൽ കാര്യങ്ങളാണ് കൂടുതലും പറയുന്നത്. എന്നാൽ ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽസ് അല്ലെ, ഹോസ്പിറ്റൽസിന്റെ ഹിസ്റ്ററി അല്ലെ, ആദ്യകാല ഹോസ്പിറ്റലുകളും ഇപ്പോ കാണുന്ന മോഡേൺ ഹോസ്പിറ്റലുകളും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് അല്ലെ, ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ ഓരോ വ്യത്യാസങ്ങൾ ഓരോ കാലഘട്ടത്തിൽ ഓരോ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഹോസ്പിറ്റൽ ഫീൽഡിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഈ കാലഘട്ടങ്ങൾ പഠിക്കുമ്പോൾ അതിനുള്ളിൽ പഠിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യത്തെ കാലഘട്ടം, അപ്പൊ ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽസ് ഇപ്പൊ നമുക്ക് ചെറിയൊരു ചാപ്റ്റർ ആണ് ഇത്. എന്നാൽ കൂടി ചെറിയ ഷോർട്ട് ആയിട്ടുള്ള ഓരോ പോയിന്റ്സ് 2 പോയിന്റ്സോ വീതമാണ് നിങ്ങൾക്ക് എല്ലാത്തിന്റെയും കീഴിൽ പഠിക്കാനുണ്ടാവുള്ളൂ. അപ്പൊ അത് നല്ല വ്യക്തമായിട്ട് പഠിച്ചിരുന്നാണ് നിങ്ങൾക്ക് ഈ ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റലിൽ എന്ത് ക്വസ്റ്റ്യൻ വന്നാലും എളുപ്പമായിട്ട് എഴുതാൻ പറ്റും. എല്ലാം നിങ്ങൾക്ക് നിങ്ങൾക്കൊന്ന് റിലേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ പഠിക്കാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. അപ്പൊ ഹോസ്പിറ്റൽ ഓഫ് ഫസ്റ്റ് പഠിക്കുന്നതാണ് ഹോസ്പിറ്റൽ ഓഫ് ഏർലി എറ BC 500 AD എന്ന് പറയുന്നത്. ഓക്കെ, ഹോസ്പിറ്റൽ ഓഫ് ഏർലി എറ BC 500 AD. ഓക്കെ, ആ ഒരു കാലഘട്ടത്തില് ഹോസ്പിറ്റലുകൾ എങ്ങനെയായിരുന്നു? ഓക്കെ, ആ പീരീഡിൽ എങ്ങനെയായിരുന്നു ഹോസ്പിറ്റലുകള്? അവിടുത്തെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമ്മളാണ് നോക്കാൻ പോകുന്നത്. Early medical treatment was always recognized as religious services and ceremonies. എങ്ങനെയായിരുന്നു ആദ്യകാല മെഡിക്കൽ ട്രീറ്റ്മെന്റുകൾ എന്ന് പറയുന്നത്? റിലീജിയസ് സർവീസസ്, മതപരമായിട്ടുള്ള ആചാരങ്ങളായിട്ടും ആൻഡ് സെറിമണീസ്, ചടങ്ങുകളായിട്ടുമായിരുന്നു അംഗീകരിക്കപ്പെട്ടിരുന്നത്. ഓക്കെ, അപ്പൊ ഏർലി മെഡിക്കൽ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ആദ്യകാല മെഡിക്കൽ ട്രീറ്റ്മെന്റുകൾ എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു? റിലീജിയസ് സർവീസസ്, മതപരമായിട്ടുള്ള ആചാരങ്ങളായിട്ടും ചടങ്ങുകളായിട്ടുമായിരുന്നു അംഗീകരിക്കപ്പെട്ടിരുന്നത്. Then priests were also physicians or medicine men caring for spirits, mind and body. അപ്പൊ പ്രീസ്റ്റുകൾ അല്ലെങ്കിൽ പുരോഹിതന്മാർ എന്ന് പറയുന്നത് ആരായിരുന്നു? അവരായിരുന്നു ഫിസിഷ്യൻസ് അല്ലെങ്കിൽ മെഡിസിൻ മാൻ. അതായത് ഡോക്ടർ എന്ന് പറയുന്നത് അവിടെ ആരായിരുന്നു ആ കാലഘട്ടത്തില്? പ്രീസ്റ്റുകൾ അല്ലെങ്കിൽ പുരോഹിതന്മാരായിരുന്നു. ഓക്കെ, കെയറിംഗ് ഫോർ സ്പിരിറ്റ്സ്, മൈൻഡ് ആൻഡ് ബോഡി. അപ്പോ എന്താണ്? ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും പരിചരിക്കുന്നവരായിരുന്നു ഈ പുരോഹിതന്മാർ. ഓക്കെ, പ്രീസ്റ്റ് ഓർ ഡോക്ടേഴ്സ് അല്ലെ, പ്രീസ്റ്റുകൾ തന്നെയാണ് അവിടെ ഡോക്ടേഴ്സ് ആയിട്ട് ആക്ട് ചെയ്തുകൊണ്ടിരുന്നത്.
came under the ruling class. എന്താണ് ruling class എന്ന് പറയുന്നത്? ഭരണവർഗത്തിൽപ്പെട്ടവരും with great political influence. എന്താണ്? വലിയ രാഷ്ട്രീയ സ്വാധീനമുള്ളവരുമായിരുന്നു ഈ പ്രീസ്റ്റുകൾ അല്ലെങ്കിൽ പുരോഹിതന്മാർ എന്ന് പറയുന്നത്. Okay, then temples or hospitals were also meeting places. Temples ആയിരുന്നു അവിടെ ഹോസ്പിറ്റൽസ് ആയിരുന്നത്. അതുപോലെ തന്നെ ഇവരുടെ ആരാധനാലയങ്ങളായിരുന്നു ഹോസ്പിറ്റലുകളായിരുന്നത് അല്ലെങ്കിൽ അവരുടെ മീറ്റിംഗ് പ്ലേസുകൾ ആയിരുന്നത്. ഓക്കെ, അപ്പൊ ഹോസ്പിറ്റൽസ് ഓഫ് ഏർലി എറ BC 500 AD എന്ന് പറയുന്ന ആ ഒരു കാലഘട്ടത്തില് എന്തൊക്കെ പ്രത്യേകതകളാണ് നമ്മൾ പറഞ്ഞത്? ആദ്യകാല മെഡിക്കൽ ട്രീറ്റ്മെന്റുകൾ എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു? റിലീജിയസ് സർവീസസ് ആൻഡ് സെറമണീസ്, അല്ലെ? മതപരമായിട്ടുള്ള ആചാരങ്ങളായിട്ടും ചടങ്ങുകളുമായിട്ടായിരുന്നു അംഗീകരിക്കപ്പെട്ടിരുന്നത്. അവിടെ ആരായിരുന്നു ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ഫിസിഷ്യൻസ് ആയിട്ട് ആക്ട് ചെയ്തിരുന്നത്? പ്രീസ്റ്റുകൾ അല്ലെങ്കിൽ പുരോഹിതന്മാരായിരുന്നു, അല്ലെ? ഇവർ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? മനസ്സിനെയും ശരീരത്തിനെയും ആത്മാവിനെയും പരിചരിക്കുന്നവരായിരുന്നു ഈ പ്രീസ്റ്റുകൾ അല്ലെങ്കിൽ പുരോഹിതന്മാർ. ഈ പ്രീസ്റ്റുകൾ അല്ലെങ്കിൽ ഈ ഡോക്ടേഴ്സ് എന്ന് പറയുന്നത് അവർ ഏത് ക്ലാസ്സിൽ വരുന്നു? റൂളിംഗ് ക്ലാസ് അല്ലെങ്കിൽ ഭരണവർഗത്തിൽപ്പെട്ടവരും ഗ്രേറ്റ് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉള്ളവരുമായിരുന്നു ഈ പ്രീസ്റ്റുകൾ എന്ന് പറയുന്നവര്. ഓക്കെ, ദെൻ അവിടെ ടെമ്പിൾസ് അല്ലെങ്കിൽ ടെമ്പിൾസ് ആയിരുന്നു ഹോസ്പിറ്റൽസ് ആയിരുന്നു, അല്ലെ? അവരുടെ ആരാധനാലയങ്ങളാണ് അവരുടെ മീറ്റിംഗ് പ്ലേസസ് ആയിട്ട് മാറിയിരുന്നത്. ഓക്കെ, ഹോസ്പിറ്റൽ ഓഫ് ഏർലി എറ BC 500 AD നമുക്കൊരു 5 ഹോസ്പിറ്റൽസിനെ പറ്റി പഠിക്കാനുണ്ട്. ഫസ്റ്റ് വൺ ആണ് മെസ്സപ്പൊട്ടേമിയൻ ഹോസ്പിറ്റൽസ്. ഫസ്റ്റ് വൺ മെസ്സപ്പൊട്ടേമിയൻ ഹോസ്പിറ്റൽസ്. സെക്കൻഡ് വൺ ആണ് ഗ്രീക്ക് ഹോസ്പിറ്റൽസ്. Third one Roman hospitals. Fourth one is Arabic hospitals and fifth one Indian hospitals. Okay, അപ്പോ 5 ഹോസ്പിറ്റൽസിനെ പറ്റിയാണ് ഈ പീരീഡിൽ ഈ കാലഘട്ടത്തില് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോ 5 ഹോസ്പിറ്റൽസിനും അതിൻ്റെതായ പ്രത്യേകതകൾ ഉണ്ട്. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ്. എന്തായാലും ഷുവർ ആയിട്ട് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നോട്ട് ചെയ്ത് ഓരോ പോയിന്റും നോട്ട് ചെയ്ത് തന്നെ പഠിക്കാം. മെസ്സപ്പൊട്ടേമിയൻ ഹോസ്പിറ്റൽസ്. മെസ്സപ്പൊട്ടേമിയൻ ഹോസ്പിറ്റൽസിനെ പറ്റി നമുക്ക് നോക്കാം. എന്താണ് മെസ്സപ്പൊട്ടേമിയൻ ഹോസ്പിറ്റൽസിൽ പറയുന്നത്? മെഡിസിൻ ആസ് ആൻ ഓർഗനൈസ്ഡ് ബീയിങ് ഫസ്റ്റ് അപ്പിയർഡ് 4000 years ago in the ancient region of Southwest Asia known as Mesopotamia. Oh, Mesopotamian hospital. അതിൽ മെസ്സപ്പൊട്ടേമിയ എന്ന് പറയുന്നത് എവിടത്തെ പ്രദേശമാണ്? സൗത്ത് വെസ്റ്റ് ഏഷ്യ. എന്താണ്? തെക്കു പടിഞ്ഞാറൻ ഏഷ്യയിലെ ഒരു പുരാതന പ്രദേശമാണ് മെസ്സപ്പൊട്ടേമിയ എന്ന് പറയുന്നത്. എവിടത്തെയാണ്? തെക്കു പടിഞ്ഞാറൻ ഏഷ്യയിലെ ഒരു പുരാതന പ്രദേശമാണ് മെസ്സപ്പൊട്ടേമിയ. ഓക്കെ, ഈ മെസ്സപ്പൊട്ടേമിയയില് 4000 വർഷങ്ങൾക്ക് മുൻപാണ് മെഡിസിൻ അല്ലെങ്കിൽ വൈദ്യശാസ്ത്രം ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ടത്. ഓക്കെ, അപ്പൊ മെഡിസിൻ ഫസ്റ്റ് അപ്പിയർ ചെയ്തത് എവിടെയാണ്? മെസ്സപ്പൊട്ടേമിയയില്. എത്ര ഇയേഴ്സിന് മുമ്പ്? 4000 വർഷങ്ങൾക്ക് മുമ്പ്. ഓക്കെ, അപ്പൊ മെഡിസിൻ അല്ലെങ്കിൽ വൈദ്യശാസ്ത്രം ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് എവിടെയാണ്? മെസ്സപ്പൊട്ടേമിയ എന്ന് പറയുന്ന പ്രദേശത്തായിരുന്നു. എത്ര വർഷങ്ങൾക്ക് മുൻപ്? 4000 വർഷങ്ങൾക്ക് മുൻപ്. ഓക്കെ, ഹമ്മുറാബിസ് കോഡ്. ഹമ്മുറാബിസ് കോഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ പീരീഡ് ഏതാണ്? 1728 to 1686 BC ആയിരുന്നു ഹമ്മുറാബിസ് കോഡ് എന്ന് പറയുന്നതിന്റെ കാലഘട്ടം. Was the rule for the practice of doctors. എന്താണ്? ഡോക്ടേഴ്സിന്റെ പ്രാക്ടീസിന് വേണ്ടിയിട്ടുള്ള റൂൾ അല്ലെങ്കിൽ നിയമമായി അക്കാലത്ത് ഉണ്ടായിരുന്നത് ഹമ്മുറാബിസ് കോഡ് ആയിരുന്നു. ഓക്കെ, അപ്പൊ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഹമ്മുറാബി എന്ന് പറയുന്ന പേര്? ഹമ്മുറാബി കേട്ടിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, ഹമ്മുറാബി എന്ന് പറഞ്ഞാല് ഒരു രാജാവായിരുന്നു അദ്ദേഹം. ഓക്കെ, അദ്ദേഹം ഒരു രാജാവായിരുന്നു. എവിടുത്തെ രാജാവായിരുന്നു എന്ന് ചോദിച്ചാൽ മെസ്സപ്പൊട്ടേമിയയിലെ ഒരു പുരാതന നഗരമാണ് ബാബിലോൺ. ഓക്കെ, മെസ്സപ്പൊട്ടേമിയയിലെ ഒരു പുരാതന നഗരമാണ് ബാബിലോൺ എന്ന് പറയുന്നത്. ഈ ബാബിലോണിലെ 6ാമത്തെ രാജാവായിരുന്നു ഹമ്മുറാബി. ഓക്കെ, ആ രാജാവ് അദ്ദേഹം കുറച്ച് നിയമാവലികൾ തയ്യാറാക്കി. ആ നിയമാവലികളെ അല്ലെങ്കിൽ ആ നിയമ സംഹിതയെയാണ് നമ്മള് ഹമ്മുറാബിസ് കോഡ് എന്ന് പറയുന്നത്. ഓക്കെ, അദ്ദേഹം തയ്യാറാക്കിയത് കൊണ്ട് അദ്ദേഹത്തിന്റെ പേര് കൂടി കൊടുത്ത് നമ്മൾ ഹമ്മുറാബിസ് കോഡ് എന്ന് അതിനെ വായിച്ചു.
ഈ നിയമാവലികൾ എന്തൊക്കെയാണ് നിയമങ്ങൾ എന്നുള്ളത് ഇതൊരു 7 അടി 4 ഇഞ്ച് ഉയരമുള്ള ഒരു ശിലയിലാണ് ഇദ്ദേഹം ഇത് രൂപപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോ ഈ നിയമങ്ങളിൽ പ്രധാനമായിട്ടും പറയുന്നത് എന്ന് പറഞ്ഞാല് കുറ്റവാളികൾക്ക് തക്കതായ ശിക്ഷയും പിഴയും നൽകുക എന്നുള്ളതാണ് അദ്ദേഹം ഈ നിയമങ്ങളിൽ പ്രധാനമായും പറയുന്നത്. കൂടാതെ അക്കാലങ്ങളിൽ നിരപരാധിത്വം തെളിയിക്കാനായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇദ്ദേഹത്തിന്റെ നിയമത്തില് നിരപരാധിത്വം തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ നൽകുന്ന അക്കാലങ്ങളിലെ നിയമങ്ങളിൽ ഒന്നുകൂടിയായിരുന്നു ഹമ്മുറാബീസ് കോഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഹമ്മുറാബീസ് കോഡ് ആയിരുന്നു ആ കാലഘട്ടങ്ങളില് ഡോക്ടറിന്റെ പ്രാക്ടീസിന് വേണ്ടി ആ കാലഘട്ടങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ഒരു നിയമം അല്ലെങ്കിൽ റൂളായിട്ട് അവർ ഫോളോ ചെയ്തിരുന്നത്. ഓക്കെ, അപ്പൊ ഹമ്മുറാബി എന്ന് പറയുന്ന ആരായിരുന്നു? ബാബിലോൺ അല്ലെങ്കിൽ മെസപ്പൊട്ടേമിയയിലെ പുരാതന നഗരമായിട്ടുള്ള ബാബിലോണിലെ 6ാമത്തെ രാജാവായിരുന്നു ഹമ്മുറാബി. അദ്ദേഹം ചില നിയമാവലികൾ തയ്യാറാക്കി ഈ നിയമ സംഹിതയാണ് നമ്മൾ ഹമ്മുറാബീസ് കോഡ് എന്ന് പറയുന്നത്. ഹമ്മുറാബീസ് കോഡ് എന്താണ്? കുറ്റവാളികൾക്ക് തക്കതായ ശിക്ഷയും പിഴയും നൽകുക, അതുപോലെ തന്നെ നിരപരാധികൾക്ക് എന്താണ് നിരപരാധിത്വം തെളിയിക്കാനുള്ള അവസരങ്ങൾ നൽകുന്ന അക്കാലത്തെ ഒരു പ്രധാന നിയമങ്ങളിൽ ആദ്യത്തെ നിയമങ്ങളിൽ ഒന്നുകൂടിയായിരുന്നു ഹമ്മുറാബീസ് കോഡ് എന്ന് പറയുന്നത്. ഇത് ആ കാലഘട്ടങ്ങളിൽ ഡോക്ടേഴ്സിന്റെ പ്രാക്ടീസിന് വേണ്ടിയിട്ടുള്ള റൂൾ അല്ലെങ്കിൽ നിയമമായിട്ട് ആ ടൈമില് ഉപയോഗിച്ചിരുന്നു. ഓക്കെ, then first recorded prescription came from Sumer in ancient Babylon. അതായത് ancient Babylon, ബാബിലോണിൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ, മെസ്സപ്പൊട്ടേമിയ ഒരു പുരാതന നഗരമാണ്. ഈ ബാബിലോണിലെ ഒരു പ്രദേശമാണ് സുമർ എന്ന് പറയുന്നത്. ബാബിലോണിലെ ഒരു പ്രദേശമാണ് സുമർ. ഈ സുമറിൽ നിന്നുമാണ് ഫസ്റ്റ് റെക്കോർഡഡ് പ്രിസ്ക്രിപ്ഷൻ. എന്താണ് ഫസ്റ്റ് റെക്കോർഡഡ് പ്രിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്? നമ്മൾ ഹോസ്പിറ്റലിൽ ചെയ്യുമ്പോൾ ഡോക്ടേഴ്സ് നമുക്ക് കുറിപ്പടികൾ എഴുതി തരും അല്ലെ, പ്രിസ്ക്രിപ്ഷനുകൾ എഴുതി തരും. എന്തൊക്കെ ഉണ്ടാവും, എന്തൊക്കെ ട്രീറ്റ്മെന്റുകൾ എടുക്കണമെന്നുണ്ടാവും, എന്തൊക്കെ മെഡിക്കേഷൻ അല്ലെങ്കിൽ എന്തൊക്കെ മെഡിസിൻസ് ആണ് നമ്മൾ വാങ്ങിക്കേണ്ടതുണ്ടാവും അല്ലെ. അങ്ങനെയുള്ള കുറച്ച് ലാബ് ടെസ്റ്റുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയൊക്കെ ഉണ്ടാവും, ഒരു പ്രിസ്ക്രിപ്ഷൻ ചെയ്തു തരും. അപ്പൊ ആ ഒരു എന്താണ് ആ ഒരു കുറിപ്പടി, ഡോക്ടറുടെ ആ ഒരു ഫസ്റ്റ് റെക്കോർഡഡ് പ്രിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ രേഖപ്പെടുത്തിയ കുറിപ്പടി ആദ്യമായി ഇവിടെ നിന്ന് വരുന്നു എന്നാണ് പറഞ്ഞത്, സുമറിൽ നിന്ന് അല്ലെ. എന്താണ് പുരാതന നഗരമായ ബാബിലോണിലെ സുമറിൽ നിന്നുമാണ് ഫസ്റ്റ് റെക്കോർഡഡ് പ്രിസ്ക്രിപ്ഷൻ വന്നത്. ഓക്കെ, ഇപ്പൊ മെസ്സപ്പൊട്ടേമിയൻ ഹോസ്പിറ്റൽസിലെ പ്രധാനമായിട്ടും 3 പോയിന്റ്സുകളാണ് നമ്മൾ പറഞ്ഞത്. എന്താണ്? മെസ്സപ്പൊട്ടേമിയ എന്ന് പറയുന്നത് സൗത്ത് വെസ്റ്റ് ഏഷ്യയിലെ ഒരു പുരാതന പ്രദേശമാണ്. ഈ പ്രദേശത്ത് 4000 വർഷങ്ങൾക്ക് മുൻപാണ് മെഡിസിൻ അല്ലെങ്കിൽ വൈദ്യശാസ്ത്രം ആദ്യമായിട്ട് അപ്പിയർ ചെയ്തത് അല്ലെങ്കിൽ പ്രത്യക്ഷപ്പെട്ടത്. രണ്ടാമത് പറഞ്ഞ പോയിന്റ് ചെയ്താ ഹമ്മുറാബീസ് കോഡ് അല്ലെ. ആ ഹമ്മുറാബീസ് കോഡ് എന്ന് പറയുന്നത് എന്തിനായിരുന്നു? ഫോർ ദ പ്രാക്ടീസ് ഓഫ് ഡോക്ടേഴ്സ് അല്ലെ. ഡോക്ടേഴ്സിന്റെ പ്രാക്ടീസിന് വേണ്ടിയുള്ള റൂൾ അല്ലെങ്കിൽ നിയമമായിട്ട് ഉപയോഗിച്ചിരുന്നത് ഹമ്മുറാബീസ് കോഡ് ആയിരുന്നു. ഫസ്റ്റ് റെക്കോർഡഡ് പ്രിസ്ക്രിപ്ഷൻ അല്ലെ, ആദ്യം രേഖപ്പെടുത്തി കുറിപ്പടി എന്ന് പറയുന്നത് ഇവിടെ നിന്ന് വന്നു എന്നാണ് പറയുന്നത്. ആൻഷ്യൻ ബാബിലോണിലെ സുമറിൽ നിന്ന് വന്നു. ഓക്കെ, ക്ലിയർ ആയോ? രണ്ടാമത്തത് എന്തിനെ പറ്റിയാണ്? ഗ്രീക്ക് ഹോസ്പിറ്റൽസിനെ പറ്റിയാണ് അല്ലെ. ഗ്രീക്ക് ഹോസ്പിറ്റൽസ് പീരീഡ് എത്രയാണ്? പീരീഡ് 460 to 136 BC കാലഘട്ടമാണ് ഗ്രീക്ക് ഹോസ്പിറ്റൽസിന്റെ കാലഘട്ടം എന്ന് പറയുന്നത്. അവിടെ ട്രീറ്റ്മെന്റ് വാസ് ബേസ്ഡ് ഓൺ മാജിക് റിലീജിയസ് റിച്വൽസ്. എന്താണ് മാജിക് റിലീജിയസ് റിച്വൽസ്? എന്താണ് മന്ത്രവാദപരവും മതപരവുമായിട്ടുള്ള ആചാരങ്ങളായിരുന്നു അവിടെ ഗ്രീക്കുകാരുടെ ട്രീറ്റ്മെന്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഗ്രീക്കിലെ ട്രീറ്റ്മെന്റുകളിൽ ഗ്രീക്ക് ഹോസ്പിറ്റൽസിലെ ട്രീറ്റ്മെന്റുകൾ എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു? മന്ത്രവാദപരവും മതപരവുമായിട്ടുള്ള ആചാരങ്ങളെ അടിസ്ഥാനമാക്കിയായിരുന്നു അവിടെ മെഡിക്കൽ ട്രീറ്റ്മെന്റുകൾ നടന്നിരുന്നത്. അപ്പൊ അടുത്തൊരു വ്യക്തിയാണ്, ഫേമസ് ആയിട്ടുള്ള വ്യക്തിയാണ് നമ്മൾ പഠിക്കാനുള്ളത്, ഹിപ്പോക്രാറ്റസ്. ഹിപ്പോക്രാറ്റസ് 460 to 370 BC ആണ് അദ്ദേഹത്തിന്റെ കാലഘട്ടം. അദ്ദേഹം അറിയപ്പെടുന്നത് എന്താണ്? ദ ഫാദർ ഓഫ് മെഡിസിൻ. നോട്ട് ചെയ്യാ, ദ ഫാദർ ഓഫ് മെഡിസിൻ. ക്വസ്റ്റ്യൻ വരുന്നതാണ്, ഹു ഇസ് ദ ഫാദർ ഓഫ് മെഡിസിൻ എന്ന് ചോദിച്ചാൽ ആരാണ്? ഹു ഇസ് ദ ഫാദർ ഓഫ് മെഡിസിൻ? ഹു ഇസ് ദ ഫാദർ ഓഫ് മെഡിസിൻ? ഹിപ്പോക്രാറ്റസ്. ഹിപ്പോക്രാറ്റസ്. ഓക്കെ, ഈ ഹിപ്പോക്രാറ്റസിനെ പറ്റി ആർക്കെങ്കിലും അറിയോ? കിട്ടിയിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, അപ്പോ ഈ ഹിപ്പോക്രാറ്റസ് എന്ന് പറയുന്ന വ്യക്തി
എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ ഫാദർ ഓഫ് മെഡിസിൻ അല്ലെ എന്നറിയപ്പെടാനായിട്ട് എന്തുകൊണ്ടാണ് അങ്ങനെ അറിയപ്പെടുന്നത്? അപ്പൊ ഈ ഹിപ്പോക്രാറ്റസ് ഗ്രീക്ക് കാലഘട്ടത്തിലാണ് അല്ലെ അദ്ദേഹം. അപ്പൊ ആ ഗ്രീക്കുകാര് വിശ്വസിച്ചിരുന്നത് ഒരു മനുഷ്യന് എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അത് അവരുടെ ദേവന്മാരുടെ കോപം മൂലമാണ് എന്നാണ്. ഓക്കെ, അപ്പോ എന്തെങ്കിലും അസുഖങ്ങളോ രോഗങ്ങളോ ഒക്കെ മനുഷ്യന് ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ കാരണം എന്താണെന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്? ദേവന്മാരുടെ കോപം മൂലമാണ് അങ്ങനെ അസുഖങ്ങൾ ഉണ്ടാവുന്നത് എന്നാണ്. എന്നാൽ ഈ ഹിപ്പോക്രാറ്റസിന്റെ വരവോടുകൂടി അദ്ദേഹം എന്താണ് ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളെയോ മന്ത്രവാദങ്ങളിലോ ഒന്നും അദ്ദേഹം വിശ്വസിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ എല്ലാ തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളെയും വളരെ ശക്തമായിട്ട് എതിർത്ത ഒരു വ്യക്തിയാണ് ഹിപ്പോക്രാറ്റസ് എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം കണ്ടെത്തിയ കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു മനുഷ്യന് ഒരു അസുഖമോ രോഗമോ ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ അതൊരിക്കലും ദൈവങ്ങളുടെ കോപം മൂലമല്ല, മറിച്ച് അവരുടെ പരിസ്ഥിതിപരമായിട്ടുള്ള എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാവാം, അല്ലെങ്കിൽ അവരുടെ ജീവിത രീതിയിൽ വരുന്ന വ്യത്യാസങ്ങൾ കൊണ്ടാവാം ഇങ്ങനെ രോഗങ്ങൾ ഉണ്ടാകുന്നത് എന്ന് ഹിപ്പോക്രാറ്റസ് കണ്ടെത്തി. അപ്പൊ അദ്ദേഹം അവിടെ എന്താണ് ഈ ഒരു മതപരമായിട്ടുള്ള ഒരു അപ്രോച്ച് ഹോസ്പിറ്റലിൽ കൊടുത്തോ? ഇല്ല, ഹോസ്പിറ്റൽ ഫീൽഡിൽ കൊടുത്തില്ല. അതുപോലെ തന്നെ അദ്ദേഹം എങ്ങനെയാണ് മന്ത്രവാദത്തിന്റെയോ മതപരമായ ആചാരത്തിന്റെയോ ഒന്നും പിന്തുണ ഇല്ലാതെ ആ സമയത്ത് അദ്ദേഹത്തിന് എങ്ങനെയാണ് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം അല്ല എന്നിട്ട് പോലും അദ്ദേഹം അതിനെ ശക്തമായിട്ട് എതിർക്കുകയും ഹോസ്പിറ്റൽ മെഡിസിനൽ ഫീൽഡില് ഒരു വലിയ രീതിയിലുള്ള ഒരു മാറ്റം ഉണ്ടാക്കാനായിട്ട് അദ്ദേഹം മുന്നിട്ട് ഇറങ്ങുകയും ചെയ്തു. അപ്പൊ അതുകൊണ്ടാണ് അദ്ദേഹത്തെ എന്താണ് ഫാദർ ഓഫ് മെഡിസിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഫാദർ ഓഫ് മെഡിസിൻ എന്ന് പറയാൻ കാരണം എന്താണ്? അദ്ദേഹം ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളിലോ മതപരമായിട്ടുള്ള കാര്യങ്ങളോ ഒന്നും അല്ല ട്രീറ്റ്മെന്റിന് വേണ്ടതെന്ന് അതിനെ മാറ്റിയവിടെ വെച്ചുകൊണ്ട് മെഡിസിനിലെ ഒരു ലോജിക് ആയിട്ടുള്ള, അതായത് എന്താണ് യുക്തിപരമായിട്ടുള്ള ഒരു അപ്രോച്ച് നടത്തി മതപരമല്ലാത്തതായിട്ടുള്ള ഒരു അപ്രോച്ചുകളും മെഡിസിൻ അല്ലെങ്കിൽ വൈദ്യശാസ്ത്രത്തിൽ കൊണ്ടുവന്നത് കൊണ്ടാണ് അദ്ദേഹം എന്ത് ഫാദർ ഓഫ് മെഡിസിൻ എന്നറിയപ്പെടാൻ തുടങ്ങിയത്. ഓക്കെ, ക്ലിയർ ആയോ? ഗ്രീക്ക് ഹോസ്പിറ്റൽസിൽ എന്തൊക്കെയാണ് പറയുന്നത്? പീരിയഡ് എത്രയായിരുന്നു? 460 to 136 BC ആയിരുന്നു കാലഘട്ടം അല്ലെ ആ പീരിയഡ് എന്ന് പറയുന്നത്. ഗ്രീക്ക് ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്തിനെ ബേസ് ചെയ്തുകൊണ്ടായിരുന്നു? മന്ത്രവാദപരവും മതപരവുമായിട്ടുള്ള ആചാരങ്ങളെ ബേസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അടിസ്ഥാനപ്പെടുത്തിയാണ് അവിടെ ട്രീറ്റ്മെന്റുകൾ നടന്നിരുന്നത്. ഇനി ഹിപ്പോക്രാറ്റസ് എന്ന് പറയുന്ന വ്യക്തിയാണ് ആര്? ഫാദർ ഓഫ് മെഡിസിൻ എന്നറിയപ്പെടുന്നു. അപ്പൊ അദ്ദേഹം എങ്ങനെയാണ് ഇങ്ങനെയുള്ള മന്ത്രവാദങ്ങളിലോ മതപരമായ കാര്യങ്ങളിലോ ഒന്നും വിശ്വസിക്കാതെ അതിനെല്ലാം എതിർത്തുകൊണ്ട് അദ്ദേഹം മെഡിസിനിൽ ഒരു പുതിയ അപ്രോച്ച് കൊണ്ടുവന്നു. എങ്ങനെയുള്ളതാണ്? യുക്തിപരമായിട്ടുള്ളതും മതപരമല്ലാത്തതുമായിട്ടുള്ള അപ്രോച്ചുകൾ കൊണ്ടുവന്നത് കൊണ്ടാണ് അദ്ദേഹം ഫാദർ ഓഫ് മെഡിസിൻ എന്നറിയപ്പെടുന്നത്. ഓക്കെ, തേർഡ് ഹോസ്പിറ്റൽ ഏതാണ്? റോമൻ ഹോസ്പിറ്റൽസ് അല്ലെ. റോമൻ ഹോസ്പിറ്റൽസിൽ എന്താണ് പറയുന്നത്? By 1st century BC, the Roman was the first to make institutional the care of the sick and the injured. അപ്പോ റോമൻ ഹോസ്പിറ്റൽസില് അതായത് രോഗബാധിതരോ പരിക്കേറ്റവരോ ആയ രോഗികൾക്ക് ഒരു ഫസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ. എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ എന്ന് പറയുന്നത്? സ്ഥാപനവൽക്കരിച്ച പരിചരണം. അതായത് ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു സ്ഥാപനം വേണം അല്ലെ. അത്രയും നാൾ അവർ എങ്ങനെയായിരുന്നു? അവരുടെ ടെമ്പിൾസ് അല്ലെങ്കിൽ ആരാധനാലയങ്ങളായിരുന്നു അവിടെ ഹോസ്പിറ്റലുകളായിരുന്നത്. എന്നാൽ റോമൻ കാലഘട്ടത്തില് അവരെന്ത് തീരുമാനിച്ചു? ഇങ്ങനെയുള്ള രോഗബാധിതരോ പരിക്കേറ്റവരോ ആയവർക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ വേണം അല്ലെ, പരിചരണം നൽകാനായിട്ട് ഒരു സ്ഥാപനം വേണം എന്ന് തീരുമാനിക്കുകയും അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ ആദ്യമായിട്ട് പ്രൊവൈഡ് ചെയ്ത ആൾക്കാരായിരുന്നു? റോമൻകാരായിരുന്നു. അപ്പൊ അവിടെ റോമൻ ഹോസ്പിറ്റലിൽ അതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് എന്തെന്ന് പറയുന്നത്. ഇനി ഫസ്റ്റ് ഏത് കാലഘട്ടത്തിലായിരുന്നു? 1st century BC കാലഘട്ടത്തില്. ഓക്കെ, അപ്പോ ഒന്നുകൂടി പറയാം. റോമൻ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? റോമൻ ഹോസ്പിറ്റലിലെ പ്രത്യേകതകൾ എന്താണ്? 1st century BC ആയി കഴിഞ്ഞപ്പോ ആയ സമയത്ത് റോമൻകാരെന്താണ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ ആർക്ക് വേണ്ടിയിട്ട്? രോഗബാധിതരോ പരിക്കേറ്റവരോ ആയവരെ ചികിത്സിക്കാനായിട്ടൊരു എന്താണ് ഒരു സ്ഥാപനവൽക്കരണ പരിചരണം, ഒരു സ്ഥാപനം വേണം പരിചരണത്തിന് എന്ന് മനസ്സിലാക്കുകയും ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്തത് ആദ്യമായിട്ട് റോമൻകാരായിരുന്നു.
Then military and slave hospital existed then. Military hospitals ആർക്ക് വേണ്ടിയിട്ടുള്ളതാ? സൈനികർക്ക് വേണ്ടിയിട്ടുള്ളതോ സ്ലേവ് എന്ന് പറഞ്ഞാൽ അടിമകൾക്ക് വേണ്ടിയിട്ടുള്ള ആശുപത്രികളോ അക്കാലത്ത് ഉണ്ടായിരുന്നു. ഓക്കെ, മിലിറ്ററി ആൻഡ് സ്ലേവ് ഹോസ്പിറ്റൽ എക്സിസ്റ്റഡ് then. ആ കാലത്ത് മിലിറ്ററി ഹോസ്പിറ്റൽസും ഉണ്ടായിരുന്നു, സൈനികർക്ക് വേണ്ടിയുള്ള ആശുപത്രികളും ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ അടിമകൾക്ക് വേണ്ടിയുള്ള ആശുപത്രികളും ഉണ്ടായിരുന്നു. അപ്പൊ അത്രയുമാണ് റോമൻ ഹോസ്പിറ്റലിൽ പറയുന്നത്. ഓക്കെ, അടുത്തത് ഏത് ഹോസ്പിറ്റലാ? അറബിക് ഹോസ്പിറ്റലുകൾ അല്ലെ. അറബിക് ഹോസ്പിറ്റൽസിന്റെ പ്രത്യേകതകൾ എന്താണ്? അറബിക് ഹോസ്പിറ്റൽസ്, ദ റോമൻ മിലിറ്ററി ഹോസ്പിറ്റൽസ് and the few Christian hospitals were known as for the number, organization and excellence of the Arabic hospitals. അപ്പൊ അറബിക് ഹോസ്പിറ്റൽസില് റോമൻ മിലിറ്ററി ഹോസ്പിറ്റൽസ് ഉണ്ട്, അതുപോലെ തന്നെ ചില ക്രിസ്ത്യൻ ഹോസ്പിറ്റലുകളും ഈ അറബിക് ഹോസ്പിറ്റലിന്റെ നമ്പറിനോടോ ഓർഗനൈസേഷനോടോ എക്സലൻസിനോടോ എന്തായി തുല്യമായിരുന്നില്ല അല്ലെങ്കിൽ സമാനമായിരുന്നില്ല. കാരണം ഈ അറബിക് ഹോസ്പിറ്റലിന്റെ അത്രയും നമ്പറുകളോടും ഓർഗനൈസേഷനോടും അതിന്റെ മികവിനോടും ഒന്നും ഈ റോമൻ മിലിറ്ററി ഹോസ്പിറ്റലുകൾക്കോ ക്രിസ്ത്യൻ ഹോസ്പിറ്റലുകൾക്കോ എത്തിപ്പെടാനായിട്ട് സാധിച്ചില്ല. ഓക്കെ, അപ്പോ അറബിക് ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത് അത്രയധികം നമ്പറായിട്ടും അതിന്റെ മറ്റു കാര്യങ്ങളെല്ലാം അത്രയ്ക്ക് എക്സലന്റ് ആയിരുന്നു, മികച്ചതായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ റോമൻ മിലിറ്ററി ഹോസ്പിറ്റൽസ് ആയിക്കോട്ടെ ക്രിസ്ത്യൻ ഹോസ്പിറ്റൽസ് ആയിക്കോട്ടെ ഇവയ്ക്ക് രണ്ടിനും അറബിക് ഹോസ്പിറ്റലിന്റെ അത്രയും ഉയരാനായിട്ട് സാധിച്ചിരുന്നില്ല. അടുത്തത് എന്തായി ഹോസ്പിറ്റലിനെ പറ്റിയാ പറയുന്നത്? ഇന്ത്യൻ ഹോസ്പിറ്റൽ അല്ലെ. ഇപ്പൊ ഇന്ത്യൻ ഹോസ്പിറ്റല് അപ്പൊ 5ാമത്തെ ഹോസ്പിറ്റലാണ് ഇന്ത്യൻ ഹോസ്പിറ്റൽസിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. ഇന്ത്യൻ ഹോസ്പിറ്റലിൽ എന്താ പറയുന്നത്? ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സ് അല്ലെങ്കിൽ ചരിത്രപരമായിട്ടുള്ള രേഖകൾ പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യയില് എഫിഷ്യന്റ് ആയിട്ടുള്ള ഹോസ്പിറ്റലുകൾ നിർമ്മിച്ച കാലഘട്ടം എന്ന് പറയുന്നത് 600 BC-യിലായിരുന്നു. ഓക്കെ, 600 BC-യിലായിരുന്നു ഇന്ത്യയിൽ ഒരു എഫിഷ്യന്റ് ആയിട്ടുള്ള ഹോസ്പിറ്റലുകൾ നിർമ്മിക്കുന്ന കാലഘട്ടം എന്നാണ് ചരിത്ര രേഖകളിൽ പറയുന്നത്. ഇനി ഡ്യൂറിംഗ് ദ ഗോർജിയസ് റെയിൻ ഓഫ് കിങ് അശോക, അശോക ചക്രവർത്തിയുടെ കാലഘട്ടം എത്രയാണ് അദ്ദേഹത്തിന്റെ കാലഘട്ടം? 273 to 232 BC കാലഘട്ടത്തില് എന്താണ് ഇന്ത്യൻ ഹോസ്പിറ്റൽ സ്റ്റാർട്ടഡ് ടു ലുക്ക് ലൈക്ക് മോഡേൺ ഹോസ്പിറ്റൽസ്. ഇന്ത്യൻ ഹോസ്പിറ്റലുകൾ എങ്ങനെയായി കാണാൻ തുടങ്ങി? മോഡേൺ ഹോസ്പിറ്റലുകളെ പോലെ കാണപ്പെടാൻ തുടങ്ങി. ഓക്കെ, ആരുടെ കാലഘട്ടത്തിലാണ്? അശോക ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ കിങ് ഓഫ് അശോക അല്ലെ, അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് ഇന്ത്യൻ ഹോസ്പിറ്റൽസ് മോഡേൺ ഹോസ്പിറ്റലുകളായിട്ട് കാണപ്പെടാൻ തുടങ്ങിയത്. And they followed principles of sanitation and Caesarean sections were operated. അപ്പോ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തില് പ്രിൻസിപ്പിൾ ഓഫ് സാനിറ്റേഷൻ ശുചിത്വ തത്വങ്ങൾ ഹോസ്പിറ്റലുകളിൽ ശുചിത്വ തത്വങ്ങൾ പാലിക്കുകയും അതുപോലെ തന്നെ സിസേറിയൻ സെക്ഷൻസ് അല്ലെങ്കിൽ സിസേറിയൻ ഓപ്പറേഷൻസ് നടക്കുകയും ചെയ്തു. എന്താണ് സിസേറിയൻ ഓപ്പറേഷൻസ്? ആർക്കെങ്കിലും പറയാമോ? സിസേറിയൻ ഓപ്പറേഷൻസ് എന്താ? നമുക്ക് കേട്ട് ഫെമിലിയർ ആയിട്ടുള്ള ഒരു ടേം അല്ലേ? Anyone? സിസേറിയൻ സെക്ഷൻ അല്ലെങ്കിൽ സി സെക്ഷൻ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ജസ്റ്റ് ഒരാള് ആരെങ്കിലും ഒരാളെന്ന് പറഞ്ഞേ. ഡെലിവറി ആണ് അല്ലെ, ശരിയാണ്, ഡെലിവറി ആണ്. അത് എങ്ങനെയുള്ള ഡെലിവറി ആണ്? സർജിക്കൽ. ഓക്കെ സർജറീസിലൂടെ എന്താണ് കുഞ്ഞിനെ പുറത്തെടുക്കുന്ന പ്രസവ രീതിയാണ് എന്തെന്ന് പറയുന്നത്? സിസേറിയൻ സെക്ഷൻസ് എന്ന് പറയുന്നത് അല്ലെ. അപ്പോ ഈ സി സെക്ഷൻസും അതുപോലെ തന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് സാനിറ്റേഷൻ അല്ലെങ്കിൽ ശുചിത്വ തത്വങ്ങൾ പാലിക്കപ്പെടാനൊക്കെ തുടങ്ങിയ കാലഘട്ടം എന്ന് പറയുന്നത് ആരുടെ കാലഘട്ടത്തിലാണ്? കിങ് ഓഫ് അശോക അല്ലെങ്കിൽ അശോക ചക്രവർത്തിയുടെ കാലഘട്ടത്തിലെ ഹോസ്പിറ്റലുകളിലാണ്. Then physicians were appointed. Physicians അല്ലെങ്കിൽ ഡോക്ടേഴ്സിനെ അവിടെ അപ്പോയിന്റ് ചെയ്തു. എങ്ങനെയാണ് അപ്പോയിന്റ് ചെയ്തത്? 1 for every 10 villages. ഓരോ 10 വില്ലേജിനും ഒരു ഫിസിഷ്യൻ അല്ലെങ്കിൽ ഒരു ഡോക്ടർ എന്നുള്ള കണക്കിനായിരുന്നു അവിടെ അപ്പോയിന്റ്മെന്റുകൾ ആ കാലഘട്ടത്തിൽ നടന്നിരുന്നത്. To serve the healthcare needs of the populations and the regional hospitals for the infirm and the destitute were built by Buddha. അപ്പോ റീജിയണൽ ഹോസ്പിറ്റലുകൾ എന്ന് പറഞ്ഞാൽ എന്താണ് റീജിയണൽ ഹോസ്പിറ്റലുകൾ എന്ന് പറയുന്നത്? ആർക്കെങ്കിലും അറിയോ റീജിയണൽ ഹോസ്പിറ്റൽ?
റീജിയണൽ ഹോസ്പിറ്റൽ എന്താണെന്ന് അറിയോ? അടുത്ത പ്രദേശത്തുള്ള ഹോസ്പിറ്റലാണോ? അതെ, ശരിയാണ്. പ്രാദേശിക ആശുപത്രികൾ അല്ലെ? പ്രാദേശിക ആശുപത്രികളാണ് റീജിയണൽ ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്. ഇവിടെ റീജിയണൽ ഹോസ്പിറ്റൽസ് ആര് സ്ഥാപിച്ചു എന്നാണ് പറയുന്നത്? ആര് സ്ഥാപിച്ചു എന്നാ പറയുന്നത്? ആരാണ് റീജിയണൽ ഹോസ്പിറ്റൽസ്? ബുദ്ധ. ശരി, വെരി ഗുഡ്. ബുദ്ധയാണ് അല്ലെ? ആർക്ക് വേണ്ടിയിട്ടാണ്? ഫോർ ദ ഇൻഫേം, അതായത് ദുർബലരായവർക്കും ഡെസ്റ്റിറ്റ്യൂട്ട് അഗതികൾക്കുമായിട്ട് ഒരു പ്രാദേശിക ആശുപത്രി ആര് നിർമ്മിച്ചു? ബുദ്ധൻ നിർമ്മിച്ചു. ഓക്കെ, ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, നോട്ട് ചെയ്യുക, ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓക്കെ, അപ്പൊ ബുദ്ധ എന്ന് പറയുന്ന അദ്ദേഹമാണ് ഒരു പ്രാദേശിക ആശുപത്രി അല്ലെങ്കിൽ റീജിയണൽ ഹോസ്പിറ്റലുകൾ സ്ഥാപിച്ചു. ദുർബലരായവർക്കും അഗതികൾക്കും ഒക്കെ വേണ്ടിയിട്ട് ഒരു പ്രാദേശിക ആശുപത്രി അല്ലെങ്കിൽ റീജിയണൽ ഹോസ്പിറ്റൽ സ്ഥാപിച്ചു അല്ലെ? അപ്പൊ ഈ ഹോസ്പിറ്റലിലെയും അതുപോലെ മറ്റു ജനങ്ങളുടെയും ഹെൽത്ത് കെയർ നീഡ്സ് അല്ലെങ്കിൽ എന്താണ് ജനങ്ങളുടെ ആരോഗ്യപരമായിട്ട് ആരോഗ്യ പരിചരണങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഓരോ 10 വില്ലേജുകളിലും ഒരു ഡോക്ടർ എന്ന നിലയിൽ അവർ അപ്പോയിന്റ്മെന്റുകൾ നടത്തിയിരുന്നത്. ഓക്കെ, ഫിസിഷ്യൻസിനെ അല്ലെങ്കിൽ ഡോക്ടേഴ്സിനെ അപ്പോയിന്റ്മെന്റ് ചെയ്തു. എന്തിന്റെ ബേസിസിലായിരുന്നു? ഓരോ 10 വില്ലേജുകളിലും ഒരു ഡോക്ടർ, ഓരോ 10 വില്ലേജുകൾക്ക് വേണ്ടിയിട്ടും ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഫിസിഷ്യൻ എന്ന നിലയിലായിരുന്നു. ഇനി ആ ഫിസിഷ്യൻ അല്ലെങ്കിൽ ആ ഡോക്ടർ എന്തൊക്കെ സെർവ് ചെയ്യുന്നു? ഹെൽത്ത് കെയർ നീഡുകൾ അല്ലെ? അതായത് ജനങ്ങളുടെയും അതുപോലെ തന്നെ ബുദ്ധൻ നിർമ്മിച്ച ഈ റീജിയണൽ ഹോസ്പിറ്റലിന്റെയും എല്ലാ രീതിയിലുള്ള ആരോഗ്യ പരിചരണങ്ങളും നടത്താൻ അല്ലെങ്കിൽ നൽകാനുള്ള ആ ഒരു ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഫിസിഷ്യൻസിനെ അല്ലെങ്കിൽ ഡോക്ടേഴ്സിനെ അപ്പോയിന്റ്മെന്റ് ചെയ്തത്. ഓക്കെ, അപ്പൊ ഇന്ത്യൻ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഒന്നും കൂടി പറയാം. ഇന്ത്യൻ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് 600 BC-യോട് കൂടിയാണ് ഇന്ത്യയുടെ ഹോസ്പിറ്റൽ എഫിഷ്യന്റ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസിന്റെ നിർമ്മാണം നടന്നു തുടങ്ങിയത് എന്നുള്ളതാണ് ചരിത്ര രേഖകളിൽ പറയുന്നത്. അപ്പൊ അശോക ചക്രവർത്തിയുടെ കാലഘട്ടത്തില് ഇന്ത്യൻ ഹോസ്പിറ്റൽസ് എങ്ങനെയുള്ളതായി? മോഡേൺ ഹോസ്പിറ്റൽസിനെ പോലെ കാണപ്പെടാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് അവിടെ പ്രിൻസിപ്പിൾസ് ഓഫ് സാനിറ്റേഷൻ ആൻഡ് സി സെക്ഷൻസ് നടന്നത്. ഇതാണ് ശുചിത്വ തത്വങ്ങൾ പാലിക്കാനും അതുപോലെ തന്നെ സിസേറിയൻ അല്ലെങ്കിൽ സി സെക്ഷൻ ഓപ്പറേഷൻസ് ഒക്കെ നടന്നത് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലായിരുന്നു. ഇനി ഓരോ ഡോക്ടേഴ്സിനെ അല്ലെങ്കിൽ ഫിസിഷ്യൻസിനെ 10 വില്ലേജുകൾക്ക് ഒരു ഡോക്ടർ എന്ന നിലയിൽ അവിടെ അപ്പോയിന്റ്മെന്റ് ചെയ്തു. എന്തിനു വേണ്ടിയിട്ടാ? ജനങ്ങളുടെ ആരോഗ്യകരമായിട്ടുള്ള പരിചരണത്തിന് വേണ്ടിയും ബുദ്ധൻ നിർമ്മിച്ച റീജിയണൽ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ പ്രാദേശിക ആശുപത്രികളുടെ എന്താണ് ആരോഗ്യ പരിചരണങ്ങൾക്ക് വേണ്ടിയിട്ടും ഒക്കെയാണ് ഇങ്ങനെയുള്ള ഡോക്ടേഴ്സിനെ അല്ലെങ്കിൽ ഫിസിഷ്യൻസിനെ അപ്പോയിന്റ്മെന്റ് ചെയ്തത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ഇത്രയുമാണ് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അടുത്ത ക്ലാസ്സിൽ ബാക്കി കണ്ടിന്യൂ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പറയേണ്ടതുണ്ടോ? അറബിക് ഹോസ്പിറ്റലിൽ മാത്രം ടൈം പീരീഡ് സ്പെസിഫൈ ചെയ്തിട്ടില്ലല്ലോ. നിങ്ങൾക്ക് ഇതില് ടൈം പീരീഡ് ഇമ്പോർട്ടന്റ് അല്ല കേട്ടോ. ഇപ്പൊ ഓരോ ഹോസ്പിറ്റൽസിനെ പറ്റിയുള്ള ടൈം പീരീഡ് നിങ്ങൾ ജസ്റ്റ് നോക്കേണ്ട കാര്യമില്ല. ഓരോ ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ വരുന്ന പ്രധാന പോയിന്റ്സ് ആണ് നിങ്ങൾക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. ഏത് പീരീഡിലാണെന്ന് അങ്ങനെ ചോദിക്കാറില്ല കേട്ടോ. അതുപോലെ തന്നെ ഗ്രീക്ക് ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് വാസ് ബേസ്ഡ് ഓൺ മാജിക് ആൻഡ് റിലീജിയസ് റിച്വൽസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അത് അറ്റ് ദ സെയിം ടൈം ഹിപ്പോക്രൈറ്റ്സ് ദ ഫാദർ ഓഫ് മെഡിസിൻ യൂസ്ഡ് ലോജിക്കൽ നോൺ റിലീജിയസ് അപ്രോച്ച് ടു മെഡിസിൻ എന്നുണ്ട്. അത് ഞാൻ ഓൾറെഡി ക്ലിയർ ചെയ്ത് തന്നല്ലോ. ഗ്രീക്ക് ഹോസ്പിറ്റലുകൾ എങ്ങനെയായിരുന്നു? അവരുടെ ആ ഗ്രീക്ക് ഹോസ്പിറ്റലിന്റെ പീരീഡില് അവിടെ ട്രീറ്റ്മെന്റുകൾ എന്ന് പറയുന്നത് മാജിക് ആൻഡ് റിലീജിയസ് റിച്വൽസ്, എന്താണ് മന്ത്രവാദവും മതപരവുമായിട്ടുള്ള ആചാരങ്ങളെ ബേസ് ചെയ്തുകൊണ്ടായിരുന്നു അവിടെ ട്രീറ്റ്മെന്റുകൾ നടന്നിരുന്നത്. എന്നാൽ ഹിപ്പോക്രാറ്റസ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ വരവോടുകൂടി ആ ഒരു അപ്രോച്ച് മാറി. അതായത് അദ്ദേഹം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വിശ്വസിക്കുന്നില്ല, മന്ത്രവാദത്തിലോ മതപരമായിട്ടുള്ള കാര്യങ്ങളിലോ വിശ്വസിച്ചിരുന്നില്ല. അതുകൊണ്ട് എന്താണ് അദ്ദേഹം അവിടെ മതപരമല്ലാത്തതും യുക്തിപരമായിട്ടുള്ള ഒരു അപ്രോച്ചാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നത്. അപ്പോ അവിടെ എന്താണ് ആ ഒരു മാജിക് അല്ലെങ്കിൽ മതപരമായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റിനെ മാറ്റി അദ്ദേഹം പുതിയ രീതിയിലുള്ള ട്രീറ്റ്മെന്റുകൾ മെഡിസിനൽ ഫീൽഡിൽ കൊടുത്തു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഫാദർ ഓഫ് മെഡിസിൻ എന്ന് പറയുന്നതും. അദ്ദേഹം ആ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന വ്യക്തിയല്ലേ, അല്ലെ? ഗ്രീക്ക് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ആ ഗ്രീക്കുകാരുടെ വിശ്വാസത്തെ മറിഞ്ഞു കടന്നുകൊണ്ട് അദ്ദേഹം പല കാര്യങ്ങളും മെഡിസിനൽ ഫീൽഡിൽ കൊണ്ടുവന്നു. അപ്പോ അത് കഴിഞ്ഞുള്ള ഹോസ്പിറ്റൽസിനെ പറ്റി എടുത്തു നോക്കിയേ. അത് കഴിഞ്ഞുള്ള ഹോസ്പിറ്റൽസ് ആ ഒരു കാലഘട്ടം വരെയായിരുന്നു അങ്ങനെ ഒരു മതപരമായിട്ടുള്ള രീതിയിൽ ഒരു ട്രീറ്റ്മെന്റുകൾ നടത്തിയിരുന്നത്. അത് കഴിഞ്ഞു വരുന്ന ഓരോ ഹോസ്പിറ്റലുകളിലും അങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് ഇല്ല. ഓക്കെ, രോഗിയെ ക്ലിയർ ആയോ?
ടീച്ചറെ ഇൻഫോമും ഡിസ്റ്റിറ്റ്യൂട്ടും വേർഡ് മീനിങ് എന്താ? ഇപ്പൊ ദുർബലരായവര്, ഡെസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ അഗതികള്, നിരാലംബര് എന്നൊക്കെ പറയില്ലേ നമ്മള്. ഓക്കെ, അപ്പോ ഇത്രയുമാണ് ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽസിൽ നമ്മള് എവിടെയാണ് ആദ്യത്തെ ഒരു പീരിയഡ് പഠിച്ചു അല്ലെ, ആദ്യ കാലഘട്ടം പഠിച്ചു. അപ്പൊ അതില് മെസപ്പൊട്ടേമിയൻ ഹോസ്പിറ്റൽ, എല്ലാ ഹോസ്പിറ്റൽ, 5 ഹോസ്പിറ്റൽസിനെ പറ്റി പഠിക്കുന്നുണ്ടെങ്കിൽ 5 ഹോസ്പിറ്റലും വളരെ ഷോർട്ട് ആയിട്ട് 1, 2, 3 പോയിന്റ്സ് മാത്രമേ പഠിക്കുന്നുള്ളൂ അല്ലെ. അപ്പൊ അതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി പഠിക്കുക, ഏത് ഹോസ്പിറ്റൽസിനുള്ളിലാണ് ഇവര് വരുന്നത്. ഓക്കെ, ഇപ്പൊ ഹുമറാബി സ്കോഡ് അത് ഏത് കാലഘട്ടത്തിൽ ഏത് ഹോസ്പിറ്റൽസിനുള്ളിലാണ് വരുന്നത്? മെസപ്പൊട്ടേമിയൻ ഹോസ്പിറ്റൽസിനുള്ളിലാണ് വരുന്നത് അല്ലെ. അപ്പോ ഇന്ത്യൻ ഹോസ്പിറ്റൽസിനെ പറ്റിയാണെങ്കിൽ എന്താണ്, ഇന്ത്യൻ ഹോസ്പിറ്റലിൽ ഇന്ന് അശോകയുടെ കാലഘട്ടത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായത്? എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായത് അശോകയുടെ കാലഘട്ടത്തില്? പ്രിൻസിപ്പിൾസ് ഓഫ് സാനിറ്റേഷൻ ആൻഡ് സിസേറിയൻ സെക്ഷൻ. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ നിങ്ങൾ ബുദ്ധന്റെ അദ്ദേഹം നിർമ്മിച്ച റീജിയണൽ ഹോസ്പിറ്റൽസ് എന്തിനു വേണ്ടി, ആർക്ക് വേണ്ടിയിട്ടായിരുന്നു, അങ്ങനെയുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് പോയിന്റ്സുകൾ ഉണ്ട്. അത് 1, 2 പോയിന്റ്സ്, കുറച്ച് പോയിന്റ്സിലെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുള്ളൂ. അപ്പൊ അത് എന്താണ്? അതുപോലെ റോമൻ ഹോസ്പിറ്റലിലാണെങ്കിലോ അവിടെ ആദ്യത്തെ ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ പ്രൊവൈഡ് ചെയ്ത ഹോസ്പിറ്റൽ റോമൻകാരായിരുന്നു അല്ലെ. അപ്പൊ അതൊരു ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതുപോലെ എന്താണ് ക്വസ്റ്റ്യൻ വരുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കണം. പീരീഡ് നിങ്ങൾക്ക് സ്പെസിഫൈ ചെയ്ത് പഠിക്കാനില്ല കേട്ടോ. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? മിസ്സേ, ഈ ഇന്ത്യൻ ഹോസ്പിറ്റലിലെ BC 600 വരുന്ന മാറ്റങ്ങളെ കുറിച്ചൊന്നും പറയുന്നില്ലല്ലോ. നിങ്ങൾക്ക് അതിനെപ്പറ്റി കാലഘട്ടങ്ങളെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് പഠിക്കാനില്ല. ജസ്റ്റ് ഇത്രയും മാത്രം, ഈ തന്നിരിക്കുന്ന നോട്ട് എന്താണ് അത് വ്യക്തമായിട്ട് മനസ്സിലാക്കുക മാത്രം ചെയ്താൽ മതി കേട്ടോ. അതിൽ നിന്ന് പീരിയഡിനെ ബേസ് ചെയ്തുകൊണ്ട് ക്വസ്റ്റ്യൻസ് കുറവായിരിക്കും. ഓക്കെ, അപ്പൊ ഓരോരുത്തരുടെയും കാലഘട്ടത്തിലെ, ഇപ്പൊ അശോകൻ ചക്രവർത്തിയുടെ കാലഘട്ടം, അങ്ങനെ ഓരോ അല്ലെങ്കിൽ ഹിപ്പോക്രാറ്റസിനെ ആരാണെന്നാണ് അറിയപ്പെടുന്നത്. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് ഈ ഭാഗത്ത് നിന്നും കൂടുതലായിട്ട് വരാം. പീരിയഡ്സിനെ ബേസ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് കുറവായിരിക്കും. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ മാം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എടുക്കുന്നത്? സ്പീഡ് കൂടുതലാണോ? നോ മാം. ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഉണ്ട് മാഡം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു. താങ്ക് യു മിസ്. Thank you, ma'am. താങ്ക് യു മാം. Thank you, ma'am. Thank you, ma'am. Already left.